എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മഹത്തായ ഈ യജ്ഞവേദിയിൽ ഈ കാലാംശത്തിൽ എനിക്ക് നൽകിയിട്ടുള്ള വിഷയം രാഷ്ട്രവും ഭക്തിയും എന്നുള്ളതാണ്. വളരെയധികം ചർച്ച ചെയ്യപ്പെടാത്തതും എന്നാൽ വളരെയേറെ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് രാഷ്ട്രവും ഭക്തിയും. ഇത് വളരെ വിപുലമായി തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എങ്കിലും സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം എന്ന് നോക്കാം. ഒരു വ്യക്തി സമ്പൂർണമായി വളരുന്നത് വ്യക്തി എന്ന തലത്തിൽ നിന്ന് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്ന് രാജ്യത്തിലേക്കും, രാജ്യത്തിൽ നിന്ന് രാഷ്ട്രത്തിലേക്കും എത്തുമ്പോഴാണ്. ഈ ഓരോ ഘട്ടത്തിലും ഓരോ വ്യക്തിക്കും അതാത് മേഖലകളിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ദൗത്യങ്ങളുണ്ട്. അതിൻ്റെ സമ്പൂർണതയിലെത്തുമ്പോഴാണ് ഒരു വ്യക്തിയും കുടുംബവും സമൂഹവും രാജ്യവും രാഷ്ട്രവുമൊക്കെ സമ്പൂർണമാവുന്നത്, സുഭദ്രമാവുന്നത്, സുശക്തമാവുന്നത്. അപ്പോൾ ആ തരത്തിൽ മാനവധർമ്മത്തെ നിർവചിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല ആചരിക്കുകയും ചെയ്ത സനാതനധർമ്മം ഈ രാഷ്ട്രമെന്ന് പറയുന്ന സങ്കല്പത്തിനെ പ്രാധാന്യം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അവതാരവരിഷ്ഠന്മാരായിട്ടുള്ള ശ്രീരാമനും ശ്രീകൃഷ്ണനും പൊളിറ്റിക്കൽ ലീഡേഴ്സാകാം എന്ന് തീരുമാനിച്ചത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വളരെ സുവ്യക്തമായി സൂചിപ്പിക്കുമ്പോൾ ആ ധർമ്മത്തിൻ്റെ പൂർണ്ണത അദ്ദേഹം അനുഷ്ഠിച്ചത് രാജനൈതിക ധർമ്മത്തിലൂടെയാണ്. മറ്റെല്ലാ ധർമ്മങ്ങളുമുണ്ട് എങ്കിൽ പോലും മാതൃകാ പുരുഷോത്തമൻ എന്നുള്ള നിലയിൽ രാജധർമ്മം എങ്ങനെയാണ് അദ്ദേഹം സമ്പൂർണമായി അനുഷ്ഠിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തമായ വിശദീകരണമാണല്ലോ രാമായണം. അപ്പോൾ രാഷ്ട്രീയ നേതാവായിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ശ്രീകൃഷ്ണനോ, പൂർണ്ണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു, പൊളിറ്റിക്കൽ ലീഡർ. അപ്പോൾ രാഷ്ട്രമെന്ന് പറയുന്ന ധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം, അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ്. ഈ കാര്യം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അത് ഞാൻ വഴിയെ സൂചിപ്പിക്കാം. എന്നാൽ ഇത് നമ്മുടെ പൂർവസൂരികൾ സുവ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. സർവോപനിഷത്തോ ഗാവോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കമായി അവതരിപ്പിക്കുന്ന എസ്സൻസായിട്ട് നമ്മുടെ വേദ, ഇതിഹാസ, പുരാണ, ഉപനിഷത്തുകളുടെ എല്ലാം എസ്സൻസായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളിലൂടെ 18 അധ്യായങ്ങളിലൂടെ ഈ ധർമ്മത്തെ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ, ചുരുക്കി അവതരിപ്പിക്കുമ്പോൾ അതൊരു സംവാദ രൂപത്തിൽ ആരംഭിക്കുന്നത് അർജുനൻ കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ടാണ്. നമ്മൾ ഓർക്കുന്നുണ്ട്, ന കാക്ഷേ വിജയം കൃഷ്ണ നച്ച രാജ്യം സുഖാനിച്ച എന്നുള്ള തൻ്റെ ഒരു ആശയക്കുഴപ്പത്തെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അവിടെ ആ 2 ലൈൻ മാത്രം, 2 പാദം മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ രാഷ്ട്രമെന്ന സങ്കല്പത്തിൻ്റെ ആ അർത്ഥം, ഗൗരവം, പ്രാധാന്യം മനസ്സിലാവും. ന കാക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച ച ച 2 തവണ പറയുന്നുണ്ട്. രാജ്യവും സുഖവും. ന കാക്ഷേ വിജയം കൃഷ്ണ, അല്ലയോ കൃഷ്ണ, എനിക്ക് വിജയം വേണ്ട, യുദ്ധം ചെയ്തിട്ടുള്ള വിജയം എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് സന്നദ്ധനല്ല. അപ്പോൾ യുദ്ധം ചെയ്തിട്ടുള്ള വിജയം വേണ്ട, യുദ്ധസന്നദ്ധനല്ല എന്നറിയിക്കുമ്പോൾ അടുത്ത പാദത്തിൽ, അടുത്ത വരിയിൽ, അടുത്ത ലൈനിൽ പറയുന്നത്
എന്താണ്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നച്ച രാജ്യം സുഖാനിച്ച, എനിക്ക് രാജ്യം വേണ്ട, സുഖവും വേണ്ട. രാജ്യവും സുഖവും ഒന്നിച്ച് പറയേണ്ടതാണ്. എന്തിനാണ് രാജ്യം ഉണ്ടാക്കുന്നത്? സുഖം ലഭിക്കാൻ വേണ്ടിയാണ്. സുഖമെന്ന് പറഞ്ഞാൽ സൗഖ്യം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രാജ്യം സുഖത്തിന് വേണ്ടിയാണ്, രാജ്യം സൗഖ്യത്തിന് വേണ്ടിയാണ്. ആരുടെ സൗഖ്യത്തിന് വേണ്ടി? പ്രജകളുടെ. പ്രജകൾ സൗഖ്യത്തിലെത്തണമെങ്കിൽ രാജ്യമുണ്ടാവണം. ആരാണ് പ്രജ? നമ്മൾ ഓരോരുത്തരും പ്രജയാണ്. നമ്മൾ ഓരോരുത്തരും പ്രജയുമാണ്, രാജാവുമാണ്. കാരണം രാജ്യത്തിൽ പ്രജയുമുണ്ട്, രാജാവുമുണ്ട്. അപ്പോൾ രാജാവിൻ്റെ സൗഖ്യവും പ്രജയുടെ സൗഖ്യവും ഒരുപോലെ പാലിക്കപ്പെടണമെങ്കിൽ രാജ്യം വേണം. എന്താണ് രാജ്യം? ഇവിടെയാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം, രാഷ്ട്രവും ഭക്തിയും. എന്താണ് രാജ്യം? രാഷ്ട്രമെന്നല്ല പറഞ്ഞത്, രാജ്യം എന്നാണ് പറഞ്ഞത്. രാജ്യവും രാഷ്ട്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയുമ്പോൾ നമ്മൾ രാഷ്ട്രപിതാവെന്നൊക്കെ പറയും, എന്നിട്ട് രാജ്യമാണ് അദ്ദേഹത്തെ ആഘോഷിക്കുന്നത്, ആദരിക്കുന്നത്. അപ്പോൾ എന്താണ് രാജ്യം, എന്താണ് രാഷ്ട്രം എന്നുള്ളിടത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്കിലേ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരൂ. രാജ്യം എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ടെറിട്ടറിയാണ്. അധികാരത്തിൻ്റെ പരിധിക്കകത്ത് മാത്രം പ്രവർത്തിക്കുന്നതാണ് രാജ്യം. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യമാണ്. ഭാരതം എന്ന് പറഞ്ഞാലോ രാഷ്ട്രമാണ്. നമ്മളിത് രണ്ടും ഒരുപോലെ പറയുന്നത് കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. സത്യത്തിൽ ഇന്ത്യ എന്നുള്ളത് പൊളിറ്റിക്കൽ ടെറിട്ടറിക്കുള്ളിൽ നിൽക്കുന്ന ഭാഗമാണ്. അതായത് ഇന്ത്യക്കൊരു കൃത്യമായിട്ടുള്ള അതിർത്തിയുണ്ട്, ഇന്ത്യക്കൊരു പാർലമെൻ്റ് ഉണ്ട്, ഇന്ത്യക്കൊരു കേന്ദ്രമന്ത്രിസഭയുണ്ട്, ഇന്ത്യക്കൊരു പട്ടാളമുണ്ട്, ഇന്ത്യക്കൊരു കോടതി സംവിധാനം, ജുഡീഷ്യൽ സിസ്റ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ വരെയുണ്ട്? പൊളിറ്റിക്കൽ ടെറിട്ടറിക്കുള്ളിൽ, അതിന് പുറത്തേക്ക് ഇല്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്. എന്നാൽ രാഷ്ട്രം എന്ന് പറയുന്നതോ അത് പൊളിറ്റിക്കൽ ബൗണ്ടറിക്കും അപ്പുറത്തേക്ക് പോകും. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ 100% അല്ലെങ്കിൽ തൊട്ടടുത്ത് മുസ്ലിങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യം ഇന്തോനേഷ്യ. അവിടുത്തെ എയർലൈൻസിൻ്റെ പേര് ഗരുഡ എയർലൈൻസ് എന്നാണ്. മുസ്ലിം രാജ്യമാണ്, ഒരു കുഴപ്പമില്ല. ഗരുഡ ഹറാമല്ല. അവിടുത്തെ കറൻസി നോട്ടിൽ ഗണപതിയുടെ ചിത്രമാണ്. പക്ഷേ ഇന്ത്യയിലെ കറൻസി നോട്ടിൽ ഗണപതിയുടെ ചിത്രം വെക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? മതേതരത്വം തകർന്നു പൊടിഞ്ഞു പോവും. അവിടെയോ? അവിടെ ഗണപതിയുടെ ചിത്രം വയ്ക്കാം. അവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഗീതോപദേശത്തിൻ്റെ വലിയ ഒരു ശില്പമാണ്. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഗീതോപദേശത്തിൻ്റെ ചിത്രമെങ്ങാനും വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? എന്തായിരിക്കും അവസ്ഥ? കാരണം എന്താ? ഇന്ത്യ പൊളിറ്റിക്കൽ ടെറിട്ടറിയാണ്. അപ്പോൾ ഇന്തോനേഷ്യ ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഇന്തോനേഷ്യ ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഇന്തോനേഷ്യ മാത്രമല്ല, അങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ധാർമ്മികമായിട്ടുള്ള ബൗണ്ടറി എവിടം വരെ വ്യാപിച്ചു നിൽക്കുന്നുവോ അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ആവശ്യമില്ല, ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ല, പട്ടാളത്തിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരിക്കലും ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ട. അവിടെ പോലീസും പട്ടാളവും ഭരണകൂടവും പാർലമെൻറ്റും അതുപോലെ തന്നെ ട്രഷറിയും സമ്പത്തും ആവശ്യമില്ല. പിന്നെയോ അത് ധാർമ്മികമാണ്. സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ കെട്ടി ഉയർത്തപ്പെട്ട ധർമ്മം എവിടെയാണോ നിലനിൽക്കുന്നത് ആ പ്രദേശങ്ങളെല്ലാം ചേരുന്നതാണ് രാഷ്ട്രം. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അകത്ത് പല രാജ്യങ്ങൾ വരാം. പണ്ടങ്ങനെയായിരുന്നു. അതായത് 47 ആഗസ്റ്റ് 15 മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴും അതിനു മുമ്പ് മുഗളന്മാർ ഭരിക്കുമ്പോഴും ഏതാണ്ട് ഒരു 750 വർഷക്കാലം ബ്രിട്ടീഷുകാരും മുഗളന്മാരും കൂടെ ഭരിച്ചു. അതിനു മുമ്പുള്ള അനാദികാലം മുതൽ, എത്ര എന്ന് പറയത്തില്ല, അതിൻ്റെ കാലം പഴക്കം ഒന്നും പറയത്തില്ല, ആ കാലഘട്ടങ്ങളിലൊക്കെ 100 രാജ്യങ്ങളുണ്ടായിരുന്നു ഇവിടെ, രാജ്യങ്ങൾ. പക്ഷെ രാഷ്ട്രം അത് ഭാരതമായിരുന്നു. അപ്പോൾ ഭാരതമെന്ന് പറയുന്ന ധാർമ്മിക ടെറിട്ടറിക്ക് ഉള്ളിൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ഈ കേരളത്തിൽ തന്നെ എത്രയോ രാജ്യങ്ങളുണ്ടായിരുന്നു. പ്രബലമായി നമ്മൾ അറിയപ്പെടുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അല്ലാതെ
എത്രയെത്ര ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഭാരതം മുഴുവൻ 540 പറയുന്നു, 640 പറയുന്നു, 100 കണക്കിനോ 1000 കണക്കിനോ രാജ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാരതവർഷത്തിൻ്റെ ഉള്ളിലാണതെല്ലാം. അപ്പോൾ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രസങ്കല്പം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്നത് ചെറുതാവുകയോ വലുതാവുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലാന്തരത്തിൽ അതിങ്ങനെ മാറി മാറി വരും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്തിനാണ് രാഷ്ട്രം? ഇപ്പം രാഷ്ട്രം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. രാജ്യം, ഇവിടെ അർജുനൻ പറഞ്ഞത് എന്താണ്? നജ രാജ്യം സുഖാനിച. രാജ്യം വേണ്ട, സുഖവും വേണ്ട. രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയില്ല അർജുനൻ, അല്ലെങ്കിൽ നിർത്തിയില്ല വ്യാസൻ. സുഖാനിച എന്നുകൂടി പറഞ്ഞു, അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു പ്രസ്താവന. നച രാജ്യം സുഖാനിച. രാജ്യം വേണ്ട, സുഖം വേണ്ട എന്ന് പറഞ്ഞാൽ രാജ്യമില്ലെങ്കിൽ സുഖമില്ല. എന്താണ് രാജ്യം? രാഷ്ട്രം എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് രാജ്യം? നമുക്കെല്ലാവർക്കും രാജ്യമുണ്ട്, രാജ്യമുണ്ടായിരിക്കണം. രാജ്യമുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം? നമുക്കിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മനസ്സിലായി. ഇനി നമ്മൾ ഓരോരുത്തരുടെയും രാജ്യമോ? നമുക്കിപ്പോൾ ഇത്ര ഏക്കർ ഇത്ര സെൻറ്റ് ഭൂമിയുണ്ട്, അത് നമ്മുടെ ഒരു രാജ്യമെന്ന് പറയാം. ഇനി സെൻറ്റ് ഏക്കറൊന്നും പറയാനില്ലെങ്കിലോ, ഉള്ള സെൻറ്റും ഏക്കറും എല്ലാം കൂടെ വിറ്റ് 3.5 കോടിയുടെ ഫ്ലാറ്റ് മേടിച്ചു, 1500 സ്ക്വയർ ഫീറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 3.5 കോടി ഫ്ലാറ്റ് കാണാൻ പോയി. എൻ്റെ സുഹൃത്ത് എറണാകുളത്ത് മേടിച്ചതാണ്. 40ാമത്തെ നിലയിലാണ്. ഇതിൻ്റെ മുകളിൽ കയറ്റി. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര സ്ക്വയർ ഫീറ്റ്? 1500 സ്ക്വയർ ഫീറ്റ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വീടറിയാം. 6000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന വീട് വിറ്റിട്ടാണ് 1500 സ്ക്വയർ ഫീറ്റ് 3.5 കോടിക്ക് മേടിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാജ്യം എന്ന് പറയുന്നത് 1500 സ്ക്വയർ ഫീറ്റിനകത്ത് ഒതുങ്ങിപ്പോയോ? പോയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ലാൻഡഡ് പ്രോപ്പർട്ടിയാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് എന്താ? അദ്ദേഹം ചെയ്യുന്ന ജോലി, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്. ഈ പ്രൊഫഷനിലും ജോലിയിലും മറ്റ് ബിസിനസ്സിലുമൊക്കെ അദ്ദേഹത്തിനുള്ള ക്ലയൻസ്, അതിൻ്റെ നമ്പർ, അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട മേഖലകളെ മുഴുവൻ എടുക്കുക. 1000 കണക്കിന് ക്ലയൻസ് ഉണ്ട്, 100 കണക്കിന് സ്റ്റാഫുണ്ട്, കോടാനുകോടി രൂപയുടെ ടേൺ ഓവറുണ്ട്, നിരവധി സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിന് ലോൺ കൊടുക്കാൻ 10-12 ബാങ്കുണ്ട്. അദ്ദേഹം കടമെടുത്ത് ഇനി കടം അടച്ചു തീർക്കാനുള്ള 8-10 ബാങ്കുണ്ട്. ഇങ്ങനെ അങ്ങ് കണക്കാക്കി നോക്കുമ്പോഴാണ് അറിയുന്നത് അതാണ് ആ വ്യക്തിയുടെ രാജ്യം. ഞാൻ ആ വ്യക്തിയെ പറയാൻ കാരണം, നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ മതി. നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു രാജ്യം. നമുക്ക് ഉണ്ടാകും സ്ക്വയർ ഫീറ്റ് കണക്കിനുള്ള ഫ്ലാറ്റ്, അതല്ലെങ്കിൽ പണ്ടത്തെ കാലത്താണെങ്കിൽ സെൻറ്റോ ഏക്കറോ ഒക്കെ ഉണ്ടാവും, കൃഷിഭൂമി ഉണ്ടാവും. അതല്ല എങ്കിൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ക്ലയൻസും നമുക്കുണ്ടാവും. നമ്മൾ സാമ്പത്തികമായി വ്യവഹരിക്കുന്ന ബാങ്കുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാകും, നമുക്ക് റിലേറ്റീവ്സ് ഉണ്ടാകും, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, അഥവാ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സപ്പോർട്ടോടുകൂടി ജീവിക്കുന്ന ആൾക്കാരും അവരുടെ കുടുംബവും കുടുംബാംഗങ്ങളും അവരുടെ ആദാനപ്രദാനങ്ങളും എല്ലാം ചേരുമ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മൾ എവിടെയാണ് വ്യാപരിക്കുന്നത്, ബന്ധപ്പെടുന്നത്, പ്രവർത്തിക്കുന്നത്, ഇടപെടുന്നത്, സ്വാധീനം ചെലുത്തുന്നത്, അതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ രാജ്യം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും രാജ്യമുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ വ്യത്യസ്തമായിരിക്കും, പക്ഷെ രാജ്യമുണ്ട്. ഈ രാജ്യമില്ലാതെ പോയാലോ? ഈ രാജ്യമില്ലാതെ പോയാൽ ഇൻകം ഇല്ലാതെ വരും. ഇൻകം ഇല്ലാതെ വന്നാലോ പ്രവർത്തിക്കാൻ വയ്യാതെ വരും, ആരോഗ്യമില്ലാതെ വരും, സ്വാധീനമില്ലാതെ വരും, അധികാരമില്ലാതെ വരും. അപ്പോൾ എന്തൊക്കെ അറിവുണ്ടെങ്കിലും അത് പുറത്തെടുത്ത് ഉപയോഗിക്കാൻ കഴിയാതെ വരും. എന്തില്ല എങ്കിൽ? രാജ്യമില്ല എങ്കിൽ. അതുകൊണ്ട് നമുക്കൊരു രാജ്യം വേണം. ഇത് എല്ലാവർക്കും ഉണ്ട്. രാവിലെ ഒരു ന്യൂസ് പേപ്പർ ബോയിയെ സങ്കല്പിക്കാം. നമ്മുടെ വീട്ടിൽ പത്രം തരുന്ന വ്യക്തി, അയാൾക്കൊരു രാജ്യമുണ്ട്. അയാളോട് ചോദിച്ചാൽ അയാൾ പറയും, ഞാൻ 641 വീട്ടിൽ രാവിലെ പത്രം കൊടുക്കുന്നുണ്ട്. ആ 641 വീട് അയാളുടെ രാജ്യത്തിനകത്ത് വരുന്നതാണ്. പക്ഷേ ആധാരമൊന്നും അയാളുടെ പേരിലല്ല, പക്ഷേ അയാളുടെ ഇതിൽ വരുന്നതാണ്. ഒരിക്കൽ ഒരാൾ ഒരു
ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ തിരക്കൊന്നുമില്ല, ആൽത്തിൻ്റെ ചുവട്ടിൽ ആൽത്തറയിൽ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഭിക്ഷക്കാരൻ അടുത്ത് വന്നു. അപ്പോൾ ഭിക്ഷക്കാരന് എന്തൊക്കെ കൊടുത്തു, സന്തോഷമായി. അപ്പോൾ ഭിക്ഷക്കാരനോട് കുശല പ്രശ്നം ചെയ്തു. ഒറ്റയ്ക്കേ ഉള്ളോ, മക്കളൊന്നും ഇല്ലേ? ഓ, മക്കളൊക്കെ ഉണ്ട്. എത്ര പേരുണ്ട്? 3 മക്കളുണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെയാ? മൂത്ത മകൻ ചെന്നൈയിലാണ്. അത് ശരി. രണ്ടാമത്തെ ആളോ? രണ്ടാമത്തെ ആൾ കുറേ വർഷങ്ങളായി അയാൾ ബോംബെയിലാണ്. അത് ശരി. ഇളയാളോ? ഇളയാൾ ബാംഗ്ലൂരാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി, എന്നിട്ട് പിന്നെ നിങ്ങളെന്തിനാ ഇവിടെ ഈ ഭിക്ഷക്കാരനായിട്ട് ജീവിക്കുന്നേ? അപ്പോൾ അതേ പറഞ്ഞു, അതങ്ങനെയാണ്. അല്ല, മക്കളൊക്കെ അവിടെ എന്താ ചെയ്യുന്നത്? അവരും ഇതുപോലെ അവിടെ ഭിക്ഷക്കാരാ. ഇതിൻ്റെ നഗരം ഒന്ന് മാറ്റി പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എവിടെയാ? കുവൈറ്റിലാ. എവിടെയാ? അല്ലേ, ഷാർജയിലാ. അവിടെ എന്താണെന്ന് ചോദിക്കരുത്. ഇന്ന സ്ഥലത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം നിർത്തിക്കോണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ എന്താ ജോലി എന്നൊന്നും ചോദിക്കരുത്. ഞാനിവിടെയൊക്കെ പോയി ഇത് കാണാറുള്ളത് കൊണ്ട് എനിക്കിത് അറിയാം. അതുകൊണ്ട് ഞാനും ചോദിക്കാറില്ല. യൂറോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ ചില ചോദിക്കരുതാത്ത ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം രാജ്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. എന്നെ യൂറോപ്പിൽ കൊണ്ടുപോകുന്ന ഒരു സംഘടന എനിക്ക് ഒരു നിബന്ധന പറഞ്ഞു. അവിടെ വീടുകളിലാണ് ഭക്ഷണവും താമസമൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ കാണുന്ന ആളിനോട് ഭാര്യ എന്തെടുക്കുന്നു എന്ന് ചോദിക്കരുത്. ഇനി സ്ത്രീയാണ് കാണുന്നതെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യുന്നു ചോദിക്കരുത്. മാതാപിതാക്കളെയാണ് കാണുന്നതെങ്കിൽ മക്കൾ എന്തെടുക്കുന്നു എന്ന് ചോദിക്കരുത്. എനിക്കിത് വലിയ ഒരു അത്ഭുതമായി തോന്നി. സാധാരണ നമ്മൾ കേരളത്തിൽ ആരെ കണ്ടാലും ഇതൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ആ ശീലം വെച്ചിട്ട് നമ്മൾ ചോദിച്ചെങ്കിലോ എന്നോർത്ത് അവരെനിക്ക് മുന്നറിയിപ്പ് തന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴി ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഒരു നിബന്ധന ഉണ്ടായിരുന്നല്ലോ, ഞാനത് പാലിച്ചിട്ടുണ്ട്, ഒരു വീട്ടിലും പോയിട്ട് ഇതൊന്നും ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് ചോദിക്കരുതെന്ന് പറയാൻ കാര്യം? ചോദിച്ചാൽ അവർ കൺഫ്യൂസ്ഡായി പോവും, ചോദ്യം കേൾക്കുന്നയാൾ. അതെന്താ? അല്ല, ഭാര്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അയാൾ കൺഫ്യൂഷനായി പോവും. എത്രാമത്തെ ഏത് ഭാര്യയെക്കുറിച്ചായിരിക്കും ഇയാൾ ചോദിച്ചത്? നാട് യൂറോപ്പാണ്. 6 മാസം കഴിയുമ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും. യൂസ് ആൻഡ് ത്രോയാ. ഭർത്താവ് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരും വിഷമിച്ചു പോവും. എത്രാമത്തെ ഏത് ഭർത്താവിനെക്കുറിച്ചായിരിക്കും ചോദിച്ചത്? മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ പോയതാ, പിന്നെ ഒരു വിവരവും ഇല്ല. അവിടുത്തെ കൾച്ചറാണ്. അപ്പോൾ പിന്നെ അതൊന്നും ചോദിക്കരുത്. കുടുംബസങ്കല്പം ഇവിടെയേ ഉള്ളൂ, അവിടെ ഇല്ല. അതുകൊണ്ടാണ് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ. നോക്കൂ, രാജ്യം എത്ര മാറുന്നു. ഭാരതത്തിൻ്റെ രാജ്യം കുടുംബവുമായിട്ട് സുദൃഢമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ കുടുംബമെന്നില്ലാത്ത ഒരു രാജ്യം സങ്കല്പിക്കാനേ നമുക്ക് കഴിയൂ. പക്ഷേ പ്രായോഗികമാണ് മറ്റു രാജ്യങ്ങളിൽ. ഇവിടെയാണ് അർജുനൻ പറഞ്ഞത്, നച രാജ്യം, രാജ്യം വേണ്ട, സുഖവും വേണ്ട. അപ്പം രാജ്യമില്ലാത്ത ഒരാളിന് സുഖമില്ല. അതെത്ര ചെറിയ രാജ്യമാണെങ്കിലും എത്ര വലിയ രാജ്യമാണെങ്കിലും നമുക്ക് നമ്മുടേതായ രാജ്യം വേണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭഗവത്ഗീത ഓർമ്മിപ്പിക്കുകയാണ്. രാജ്യമില്ലെങ്കിൽ സുഖമില്ല, അർജുനനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു രാജ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യം എത്ര ചെറുത് എത്ര വലുതെന്നുള്ളത് നമ്മുടെ നിർവചനമാണ്. അത് നമ്മൾ നിശ്ചയിച്ചാൽ മതി. പക്ഷെ രാജ്യമുണ്ടായിരിക്കണം. സ്വരാജ്. മഹാത്മാഗാന്ധി സ്വരാജിനെ കുറിച്ച് പറഞ്ഞതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. സ്വന്തം രാജ്യമില്ലെങ്കിൽ അവിടെ സുഖമില്ല. അതുകൊണ്ടാണ് രാമായണത്തിൽ ശ്രീലങ്ക ഇങ്ങ് പിടിച്ചെടുത്ത് നമ്മുടെ ഒരു സംസ്ഥാനമാക്കിയേക്കാം എന്ന നിർദ്ദേശം വന്നപ്പോൾ രാമൻ പറഞ്ഞു, വേണ്ട, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാത് അഭിഗരീയസി. എന്താ കാരണം? അത് നമ്മുടേതല്ല, നമ്മുടെ രാജ്യമല്ല, അവിടുത്തെ സംസ്കാരം നമ്മുടേതല്ല, അവിടുത്തെ ധർമ്മം നമ്മളുമായി യോജിക്കുന്നതല്ല. അതുകൊണ്ട് അതിനെ പിടിച്ച് സംസ്ഥാനമാക്കിയാൽ നിലനിൽക്കില്ല. അത് വേണ്ട എന്ന് തീരുമാനിച്ചത് നമ്മുടേതല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യം എന്നുള്ളത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നില്ല എങ്കിൽ സുഖം എന്നുള്ളത് സ്വന്തമായി കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ രാജ്യം വേണം. ഈ രാജ്യത്തെ സ്വന്തമാക്കുക എന്നുള്ളത് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഒരു കർത്തവ്യമാണ്. അതുകൊണ്ടാണ് രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ നമ്മുടെ മുമ്പിൽ
മാതൃകാ പുരുഷോത്തമന്മാരായി അവതരിച്ച ഭഗവാൻ ശ്രീരാമനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും രാജാക്കന്മാരായി വാണത്, ഭരിച്ചത്, കാണിച്ചു തന്നത്, രാജാക്കന്മാരായത്. രാജ്യത്തെ കൈയാളുന്ന, രാജ്യത്തെ നയിക്കുന്ന, രാജ്യത്തെ നിയന്ത്രിക്കുന്ന, രാജ്യത്തെ ഭരിക്കുന്ന രാജാക്കന്മാരായി തന്നെ ഭഗവാൻ അവതരിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം രാജധർമ്മം, രാജനൈതികം അത് അടിസ്ഥാനപരമായ ആവശ്യമാണ്, അത് പരിപാലിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഭക്തി എന്നുള്ള വിഷയം ബന്ധപ്പെടുത്തുക? എൻ്റെ വിഷയം അതാണല്ലോ, രാഷ്ട്രവും ഭക്തിയും. ഇപ്പം നമ്മൾ സംസാരിച്ച വിഷയം രാജ്യം എന്താണ്, രാഷ്ട്രം എന്താണ്. ഇപ്പോൾ പകുതി സമയമായി, ഇനി പകുതി സമയവും കൂടിയുണ്ട്. ആ പകുതി സമയത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഭക്തി രാഷ്ട്രവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തുക. അപ്പോൾ ഭക്തി എന്നുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ, നവധാഭക്തിയെക്കുറിച്ച് പറയാൻ നമ്മൾ നല്ല പണ്ഡിതന്മാരാണ് അല്ലേ. നമ്മൾ അതൊക്കെ കാണാതെ പിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം അല്ലേ, സഖ്യം, ആത്മനിവേദനം. നമുക്ക് പറയാനറിയാം, വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനും അറിയാം. എന്നാൽ ഞാനിതിങ്ങനെ വായിച്ചു പോയപ്പോൾ എനിക്കൊരു സംശയം വന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് സംശയം വന്നു. എന്താണെന്നറിയോ? തുടങ്ങുമ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു, അതെന്തിനാ അവിടെ ഒരു വാക്ക് കൊണ്ട് വെച്ചത്? ശിവ എന്ന് വെച്ചാൽ പോരെ, ബ്രഹ്മ എന്ന് വെച്ചാൽ പോരെ, ദേവി എന്ന് വെച്ചാൽ പോരെ, ഗണേശൻ എന്ന് വെച്ചാൽ പോരെ, വിഷ്ണു എന്ന് വെച്ചു. ഞാനൊരു മലയാളം പഠിപ്പിക്കുന്ന സാറിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വൃത്തം ഒപ്പിക്കാൻ വേണ്ടിയാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു. അവിടെ ഒരു ഗ്യാപ്പ് വന്നു, എന്തേലും ഒന്ന് ഇടണ്ടേ, രണ്ടക്ഷരം അവിടെ കയറ്റിയാൽ പിന്നെ അത് ഭദ്രമായി. അതുകൊണ്ട് വൃത്തം ഒപ്പിക്കാൻ വേണ്ടി വെറുതെ എങ്ങനെ പേരെഴുതി വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിഷ്ണു ഇരിക്കട്ടെ എന്ന് വെച്ചു എന്ന് പറഞ്ഞു. എനിക്കതങ്ങ് അത്ര ദഹിച്ചില്ല. അപ്പം ഞാൻ വേറെ പണ്ഡിതന്മാരോട് ചോദിച്ചു, പലരും പല അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അവസാനം ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അല്ല ഇത് എഴുതിയ ആളിന് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് എഴുതാൻ അറിയാവുന്ന ആളിന് അവിടെ വിഷ്ണു എന്നല്ലാതെ വേറെ എന്തെങ്കിലും ചേർക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അപ്പം മനഃപൂർവ്വം വെച്ചതാണ് വിഷ്ണു. അപ്പോൾ എന്താ വിഷ്ണു എന്ന് വെക്കാൻ കാര്യമുണ്ട്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്, ശിവ എന്ന് പറഞ്ഞാൽ സംഹാരമാണ്. ബാക്കി ഓരോ ദേവീദേവന്മാരെ എടുത്താൽ അവർക്കൊക്കെ സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിലെ ഓരോ മന്ത്രിക്കും ഓരോ പോർട്ട്ഫോളിയോ ഉള്ളതുപോലെ 33 കോടി ദേവതകളെ എടുത്താലും ഓരോ ദേവതയ്ക്കും ഓരോ ദേവനും ഓരോ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട്. ഭാരതധർമ്മം, സനാതനധർമ്മം. അവിടെ വിഷ്ണു ഏത് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററാണ് അല്ലേ? പരിപാലിക്കുക എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ പരിപാലനം, അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ് എന്നൊക്കെ പറയുന്ന വെരി സീരിയസ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് വിഷ്ണു കൈകാര്യം ചെയ്തത്. അപ്പോൾ ഈ 9 ഭക്തി, നവതാഭക്തിയും ഏതുമായി ബന്ധപ്പെടുത്തി വേണം പറയാൻ? പരിപാലനവുമായി ബന്ധപ്പെടുത്തി വേണം പറയാൻ. അങ്ങനെ വേണം മനസ്സിലാക്കാൻ, അങ്ങനെ വേണം ഗ്രഹിക്കാൻ, അങ്ങനെ വേണം പ്രവർത്തിക്കാൻ, അനുഷ്ഠിക്കാൻ. അതുകൊണ്ടാണ് ശ്രവണം, കീർത്തനം, വിഷ്ണു എന്ന വാക്ക് കൊടുത്തത്. അപ്പോൾ അവിടെ ഇതെങ്ങനെയാണ് ഈ ഭക്തി രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തുക? നമുക്കിതിൻ്റെ ആധ്യാത്മിക തലങ്ങളൊക്കെ നല്ല വശമാണ്. നിരന്തരമായിട്ട് ഈ പ്രഭാഷണം കേട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രഭാഷണം നമുക്ക് ഓരോരുത്തർക്കും നടത്താൻ മാത്രം പാണ്ഡിത്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളൊക്കെ ഒരു 100 സപ്താഹമെങ്കിലും മിനിമം കൂടിയിട്ടുള്ളവരാണ്. ഇനി ഒരു 100 സപ്താഹമെങ്കിലും കൂടാനും ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഇതിൻ്റെ ആത്മീയ അർത്ഥങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തുമ്പോൾ എങ്ങനെ? രാജ്യം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ, അടിത്തറയിൽ രാഷ്ട്രമെന്ന് പറയുന്ന ആ ധാർമ്മികത, സംസ്കാരം, ഇത് രണ്ടും ഉണ്ടായിരിക്കണം. എന്താണ് ധർമ്മവും സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം? ധർമ്മം എന്ന് പറയുന്നത് പുറമേ ഒന്നും കാണാൻ പറ്റില്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് സംസ്കാരം നമുക്ക് കാണാൻ പറ്റും. സംസ്കാരത്തിന് നിറമുണ്ട്, സംസ്കാരത്തിന് ശബ്ദമുണ്ട്, സംസ്കാരത്തിന് രൂപമുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. പക്ഷെ ധർമ്മം കാണാൻ പറ്റില്ല. അത് ജീവൻ പോലെ, വൈദ്യുതി പോലെ കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ ഉണ്ട്. അത് ധർമ്മം. അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ പ്രകടീകൃത രൂപമായിട്ടുള്ള സംസ്കാരം, ഇത് രണ്ടും നിലനിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഭക്തി എന്നുള്ളത് രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തി എപ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? കാരണം ഭക്തിയെ രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തിയാൽ മാത്രമേ
ആ രാഷ്ട്രം നിലനിൽക്കൂ. രാഷ്ട്രം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രത്തിൻ്റെ സുഭദ്രമായ അടിത്തറയിൽ രാജ്യങ്ങൾ നിലനിൽക്കൂ. രാജ്യം സുഭദ്രമായിരുന്നാൽ മാത്രമേ സമൂഹം നിലനിൽക്കൂ. സമൂഹം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബമുണ്ടാകൂ. കുടുംബമുണ്ടെങ്കിൽ മാത്രമേ വ്യക്തിയുള്ളൂ. കണ്ടോ, മുകളിൽ നിന്ന് താഴേക്ക് ചിന്തിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ ഭക്തിക്ക് എന്ത് റോളാണുള്ളത് രാഷ്ട്രത്തിൽ? അവിടെ ഈ നവതാഭക്തി തന്നെ രാഷ്ട്രത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും. എങ്ങനെ? അതിൻ്റെ ഒരു സൂചന മാത്രമേ ഞാൻ തരുന്നു. ബാക്കി നിങ്ങൾക്ക് ചിന്തിച്ചാൽ എത്ര വേണമെങ്കിലും അത് വലുതാക്കിയെടുക്കാൻ പറ്റും, പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം. ശ്രവണം, കീർത്തനം, അങ്ങനെ തുടങ്ങാം. ശ്രവണം. രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മൾ ശ്രവിക്കണം, കേൾക്കണം. രാഷ്ട്രസങ്കല്പം എന്താണ്? രാഷ്ട്രധർമ്മം എന്താണ്? രാഷ്ട്രം എന്ന് പറയുന്നതിൻ്റെ രൂപം എന്താണ്? രാഷ്ട്രത്തിൻ്റെ ദൗത്യം എന്താണ്? രാഷ്ട്രത്തിൻ്റെ സ്വരൂപം എന്താണ് എന്നുള്ളത് ആദ്യം എന്ത് വേണം? ശ്രവണം, കേൾക്കണം. ഇത് എവിടുന്നാണ് കേൾക്കേണ്ടത്? ഇത് കേൾക്കേണ്ടത് വിദ്യാലയത്തിൽ നിന്നാണ്, ഗുരുവിൽ നിന്നാണ്. അപ്പോൾ ഗുരുവിൽ നിന്ന്, വിദ്യാലയത്തിൽ നിന്ന് രാഷ്ട്ര എന്ന ആ ഒരു ഭാവന ശ്രവിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ശ്രവിക്കാൻ സാധിക്കുന്നുണ്ടോ? 1-ാം ക്ലാസ്സിലെ പ്രീ കെ ജി, അതിൻ്റെ അടി KG ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിപ്പം. ആദ്യം 1-ാം ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ UKG ആയി, പിന്നെ LKG ആയി, പിന്നെ പ്രീ KG ആയി. ഇപ്പം ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിയിലുള്ള KGകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. എപ്പോഴാണേലും കുഴപ്പമില്ല. ഇതൊക്കെ നേരത്തെ ഊർമിള കാണിച്ചു തന്നിട്ടുണ്ട്, എപ്പോഴാണ് KG ആരംഭിക്കേണ്ടത് എന്ന്, അല്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിൽ ശ്രവിക്കണം. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശ്രവണം ഉണ്ടാവണം. പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അവിടെ രാഷ്ട്രം എന്താണ് എന്ന് കേൾക്കാൻ പറ്റണം. അത് അധ്യാപകന്മാർക്ക് വിശദീകരിക്കാൻ കഴിയണം. പ്രഭാഷണ വേദികളിലാണെങ്കിലും, ചർച്ചാവേദികളിലാണെങ്കിലും, യൂട്യൂബിലാണെങ്കിലും, അല്ലെങ്കിൽ എക്സിലാണെങ്കിലും, ഇൻസ്റ്റയിലാണെങ്കിലും, നമ്മുടെ കുട്ടികളിപ്പോൾ അവിടെയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റ എന്നൊക്കെ പറഞ്ഞു. ഇൻസ്റ്റയിലാണെങ്കിലും അവിടെ രാഷ്ട്രത്തെ ശ്രവിക്കാൻ സാധിക്കണമെങ്കിൽ എന്തു വേണം? ഇപ്പം നെറ്റിൽ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് ചില കാര്യങ്ങൾ പറയും. നെറ്റിൽ നോക്കിയാൽ കാണില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോ സെക്സ് എന്ന് നെറ്റിൽ അടിച്ചു കൊടുത്തു, സെക്സ് മാത്രമേ വരുള്ളൂ. എന്താ കാര്യം? നെറ്റിൽ അത് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. നെറ്റിലേക്ക് എന്താണോ അപ്ലോഡ് ചെയ്തത് അത് മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രമെന്ന് പറയുന്ന ആ സങ്കല്പത്തെ, അതിൻ്റെ നിർവചനത്തെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ശ്രവിക്കണമെങ്കിൽ നമ്മൾ ഈ രാഷ്ട്രത്തെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. ധാരാളം കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യുന്ന വലിയൊരു ദൗത്യം ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ സംസാരിക്കുന്നതിന് മുമ്പിൽ ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പോകും, അത് അവിടെ കിടക്കുക. എത്ര വർഷം കഴിഞ്ഞാലും എത്ര ലക്ഷം പേർക്ക്, കോടിക്കണക്കിന് ആൾക്കാർക്ക് കാണാം, കേൾക്കാം. ഞാൻ മലയാളത്തിൽ പറയുന്നത്, ഇപ്പോൾ ജപ്പാനിലിരിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ സാങ്കേതിക വിദ്യയുണ്ട്. ഞാൻ പറയുന്നത് ജാപ്പനീസ് ഭാഷയിൽ കേൾക്കാം, ചൈനയിൽ ചൈനീസ് ഭാഷയിൽ കേൾക്കാം. സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു, അപ്പോൾ ഭാഷ പ്രശ്നമല്ല. അപ്പോൾ കേൾക്കാൻ കഴിയണം, ശ്രവണം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് രാഷ്ട്രത്തെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി, രാഷ്ട്രം എന്തായിരുന്നു, ഭാരതം എന്തായിരുന്നു, ഭാരതത്തിൻ്റെ സംസ്കാരം എന്തായിരുന്നു, ധർമ്മം എന്തായിരുന്നു എന്നുള്ളത് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ ദൗത്യമുണ്ടല്ലോ, ആ ദൗത്യം നവതാഭക്തിയുടെ ആദ്യത്തെ പ്രകടനം തന്നെയാണ്. രാഷ്ട്രത്തെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക്, നമ്മളെ കേട്ടിട്ടില്ലാത്ത മറ്റു രാജ്യങ്ങളിലെ തലമുറകൾക്ക് കേൾക്കാവുന്ന രൂപത്തിൽ, ഭാവത്തിൽ, ശ്രവണ യോഗ്യമായി ശ്രവിക്കാവുന്ന രൂപത്തിൽ അപ്ലോഡ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ശ്രവണം എന്ന തരത്തിലുള്ള ഭക്തിയാണ്. അത് കേൾക്കുക എന്നുള്ളത് കേൾക്കുന്നയാളിൻ്റെ ഭക്തിയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ കേൾപ്പിക്കാൻ വേണ്ടി ഇത് കൊടുക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. അപ്പം നമുക്ക് ഭക്തിയുണ്ട് എങ്കിൽ, രാഷ്ട്രഭക്തിയുണ്ട് എങ്കിൽ, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രം എന്താണ് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ പുതിയ തലമുറകൾക്ക് ശ്രവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇൻപുട്ടുകൾ അപ്ലോഡ് ചെയ്തു കൊടുക്കണം. നമ്മുടെ ദൗത്യമാണ് ശ്രവണം. അടുത്തത് കീർത്തനം. രണ്ടാമത്തെ ഭക്തി കീർത്തനം. ഇപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് ഇത് കീർത്തിക്കുക, നിങ്ങൾക്കും കീർത്തിക്കാൻ പറ്റും. അല്ല, മള്ളിയൂർ സപ്താഹത്തിനൊക്കെ പോയല്ലോ, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ വർക്ക് അറ്റ് ഹോം ആണെങ്കിൽ പോലും ഇവിടെ ഭയങ്കര ഡ്യൂട്ടിയായിരുന്നു, അതുകൊണ്ട് ഒട്ടും ഫ്രീ കിട്ടിയില്ല. അമ്മ പോയിട്ട് വന്നല്ലോ, അവിടെ എന്താ പറഞ്ഞേ?
വൈകുന്നേരം നമ്മുടെ വീട്ടിലെ മക്കൾ നമ്മോട് ചോദിക്കുകയാണ്, രാവിലെ ചോദിക്കുകയാണ്, അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, മള്ളിയൂർ പോയി ഇതെല്ലാം കേട്ടിട്ട് വന്നതല്ലേ അച്ഛൻ, അവിടെ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഭക്തി അവിടെ പ്രയോഗിക്കാം. കീർത്തനം. കീർത്തിച്ചു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം, വിശദീകരിച്ചു കൊടുക്കാം, പഠിപ്പിച്ചു കൊടുക്കാം. അതാണ് കീർത്തനം. സഹസ്രനാമം ജപിക്കുന്നത് മാത്രമല്ല കീർത്തനം. സഹസ്രനാമ ജപത്തേക്കാൾ വലിയ ജപമാണ് നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ കീർത്തിക്കുക, പറഞ്ഞു കൊടുക്കുക, പങ്കുവയ്ക്കുക, കൈമാറുക എന്നുള്ളത്. പണ്ട് സഹസ്രം എന്ന് പറഞ്ഞത് 1000 എന്നുള്ള അർത്ഥത്തിലായിരിക്കണമെന്നില്ല, അതിലും വലിയ അർത്ഥത്തിൽ അങ്ങനെ ആവാം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത്തരം ആശയങ്ങൾ നമ്മുടെ പുതിയ തലമുറയിലെ പുതിയ ജനറേഷന് കീർത്തിച്ചു കൊടുക്കാനുള്ള ചുമതലയുണ്ട്. അതെന്താണ്? അത് ഭക്തിയാണ്. അപ്പോൾ ശ്രവണം, കീർത്തനം. ഈ ശ്രവണവും കീർത്തനവും ചെയ്യുമ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പാണ് മൂന്നാമത്തെ വാക്ക് കൊടുത്തിരിക്കുന്നത് വിഷ്ണു. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. പലരും പറയും വിഷ്ണു സ്മരണം, വിഷ്ണുവിനെ സ്മരിക്കാനാണ്. അതെന്നെ, വിഷ്ണുവിനെ സ്മരിക്കാനാണ്. വിഷ്ണു ആരാണ്? അഡ്മിനിസ്ട്രേറ്ററാണ്, റൂളറാണ്, കിങ്ങാണ്, പ്രസിഡൻ്റാണ്, പ്രൈം മിനിസ്റ്ററാണ്, പഞ്ചായത്ത് മെമ്പറാണ്, ആയിക്കോട്ടെ. അങ്ങനെയുള്ള ആ ഓരോ മേഖലയിലും പ്രയോഗിക്കുമ്പോൾ പ്രായോഗികമായി ഈ ഭക്തിയെ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ സമഗ്രമായി സമസ്ത മേഖലകളിലേക്കും എത്തിക്കുക? അതാണ് അടുത്തത്, സ്മരണം. ഈ സ്മരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചെവിയിലേക്ക് നമ്മൾ കേട്ടത്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞത്, അതായത് ശ്രവിച്ചതും കീർത്തിച്ചതും സ്മരിക്കണം. എങ്ങനെ സ്മരിക്കണം? വിഷ്ണു സ്മരണം പ്രായോഗികമായി സമൂഹതലത്തിൽ, രാഷ്ട്രതലത്തിൽ, രാജ്യതലത്തിൽ, കുടുംബതലത്തിൽ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾസ് സഹിതം നമ്മൾ തലമുറകളിലേക്ക് കൊടുക്കാൻ വേണ്ടി അത് മനസ്സിൻ്റെ അകത്തിട്ട് ചെറുവണം നടത്തണം. ആ സ്മരണം വലിയ ഒരു പ്രോസസ്സാണ്. ഒരാൾക്ക് മനസ്സിലാവുന്ന വേവ് ലെന്തിലായിരിക്കില്ല മറ്റൊരാൾക്ക് മനസ്സിലാവുക, അയാളെ പോലെ ആയിരിക്കില്ല മൂന്നാമത്തെ ആൾ. അപ്പോൾ ഓരോരുത്തർക്കും ഇത് മനസ്സിലാവുന്ന രീതിയിൽ ഇതെങ്ങനെ അവതരിപ്പിക്കണം? അങ്ങനെ അവതരിപ്പിച്ചില്ല എന്നുള്ള കുഴപ്പം എന്താണ്? അത് അവതരിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പം ഞാനിവിടെ 1 മണിക്കൂറാണ് സംസാരിക്കുന്നതെങ്കിൽ ഇതിന് പുറകിൽ എത്ര മണിക്കൂറുകൾ തപസ് ചെയ്താലാണ് ഇത് ഈ വിധത്തിൽ നിന്ന് അവതരിപ്പിക്കാൻ പറ്റുക? എസ്.കെ. പൊറ്റക്കാട് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് മുമ്പ് ലോകം കണ്ട ഒരാളാണ്. അദ്ദേഹം ആദ്യമായിട്ട് താജ്മഹൽ കാണാൻ പോയി. കൂടെ ഭാര്യയുണ്ട്, മകളുണ്ട്, ഒരു വേലക്കാരിയുണ്ട്. ഇവർ 4 പേരും കൂടി ദൂരെ നിന്ന് താജ്മഹൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്ന് അതിനടുത്തേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ, പൊറ്റക്കാടിൻ്റെ മനസ്സിൽ ഷാജഹാനും മുംതാംസും ആ ഒരു ചരിത്രവും പശ്ചാത്തലവും എല്ലാം ഇങ്ങനെ വന്ന് നിറയുക. അദ്ദേഹം അങ്ങനെ ആ ഒരു ചിന്തയിൽ മുഴുകി താജ്മഹലിന് നേരെ നടക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ഇവിടെ എന്തൊരു വൃത്തിയാണ്, വെണ്ണക്കല്ലാണ് മുഴുവൻ, നല്ല വെയിലുണ്ട്, വസ്ത്രമൊക്കെ അലക്കിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും, ഇവിടെ കൊണ്ട് ഇട്ടാൽ. അത് ഭാര്യയുടെ ലോകമാണ്. അപ്പോൾ വേലക്കാരി പറഞ്ഞു, മരച്ചീനി ഉണങ്ങാൻ പറ്റിയ സ്ഥലമാണ്. മരച്ചീനി കപ്പ വാട്ടുക എന്ന് പറയല്ലേ, ഇവിടെ അങ്ങ് നിരത്തിയാൽ നമ്മൾ ഈ താജ്മഹലെല്ലാം കണ്ടിട്ട് വരുമ്പം തിരിച്ച് ചാക്കി കെട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാം. അത് വേറൊരു രീതിയാണ്, വേറൊരു സ്മരണമാണ്. അതിനാൽ കുട്ടി പറഞ്ഞു, എത്ര കുട്ടികളാണ് ഇവിടെ, എല്ലാവരും ഓടിക്കളിക്കുന്നു, ഒരു പന്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവരുടെ കൂടെ കൂടാമായിരുന്നു. അത് കുട്ടിയുടെ ലോകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ലോകത്ത് ജീവിക്കുന്നവരാണ് ഒരു കാറിൽ സഞ്ചരിക്കുന്നത്, ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഓരോരുത്തരുടെയും ലോകം വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരുടെ ഓരോ ലോകത്തിലും ഈ സനാതനധർമ്മത്തെ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കുക, ഈ രാഷ്ട്രബോധത്തെ എങ്ങനെയാണ് സന്നിവേശിപ്പിക്കുക, ഇത് നമ്മൾ സ്മരിക്കണം. എന്നിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യണം. അങ്ങനെ ഹോംവർക്ക് ചെയ്ത് അവരവർക്ക് രസിക്കുന്ന, മനസ്സിലാവുന്ന, രുചിക്കുന്ന ഭാഷയിലും രീതിയിലും ശൈലിയിലും അവർക്ക് കൊടുക്കണം. അവിടെ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാനുള്ള ഹോംവർക്കിനെയാണ് സ്മരണം എന്ന് പറയാം, സ്മരിക്കുക എന്ന് പറയാം. നേരെ മറിച്ച് ലളിതമായ അർത്ഥത്തിൽ ഓർമ്മിക്കുക, ഭഗവാനെ എപ്പോഴും ഓർമ്മിക്കുക എന്ന അർത്ഥം എടുക്കാം, തെറ്റൊന്നുമല്ല.
പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ സ്മരണം. ഈ ഒരർത്ഥത്തിൽ നമ്മൾ സനാതനധർമ്മത്തെയും ഭാരതമെന്ന് പറയുന്ന രാഷ്ട്രത്തെയും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ പശു അയവെട്ടുന്നത് പോലെ അയവിറക്കി അത് ലളിതമാക്കി കൊടുക്കാനായിട്ട് കഴിയണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് സ്മരണം. അടുത്തത് പാദസേവനം. ഭഗവാന്റെ പാദസേവനം എന്ന് നമ്മൾ പറയാറുണ്ട്, ശരിയാണ്. ഭഗവാന്റെ പാദസേവനം എന്ന് പറയുമ്പോൾ ഭഗവാൻ ആരാണ്? ഇവിടെ രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഭഗവാൻ ആരാണ്? പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെ ആകാൻ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഭഗവാൻ ആരാണെന്ന്. അത് വോട്ടറാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ തൊഴുന്നതിനേക്കാൾ ഗംഭീരമായിട്ടാണ് വോട്ടറെ തൊഴുന്നത്. എപ്പോഴും തൊഴാൻ സമയമില്ലാത്തതുകൊണ്ട് 5 വർഷം കൂടുമ്പോഴേ തൊഴുള്ളൂ എന്ന് മാത്രം, എങ്കിലും തൊഴുന്നുണ്ട്. അപ്പോൾ അവിടെ ആ പാദസേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ സർവീസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. സാമൂഹികമായ സേവനം. രാഷ്ട്രത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ, രാഷ്ട്രത്തിൻ്റെ പാദസേവനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ഏതൊക്കെ ഭാഗത്താണോ എൻ്റെ സേവനം ഞാൻ സമർപ്പിക്കേണ്ടത്, എവിടെയാണോ സേവനം അവരാവശ്യപ്പെടുന്നത്, അവിടെ സേവനം എത്തിക്കാൻ കഴിയുമ്പോൾ രാഷ്ട്രദേവതയുടെ പാദസേവനമായി. അത് ചിലപ്പോൾ നമ്മൾ അയൽക്കൂട്ടത്തിലായിരിക്കാം, ചിലപ്പോൾ റെസിഡൻസ് അസോസിയേഷനിലായിരിക്കാം, ചിലപ്പോൾ അമ്പലങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്രപാലകത്വം, ക്ഷേത്ര കമ്മിറ്റി മെമ്പർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി എന്ന നിലയിലായിരിക്കാം. അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെ രാഷ്ട്രസേവനത്തിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്സിൽ ആയിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടായിരിക്കാം, കൃഷി ചെയ്തുകൊണ്ടായിരിക്കാം. ഇതൊക്കെ രാഷ്ട്രായ സ്വാഹ എന്ന സങ്കല്പത്തോടു കൂടി രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പാദസേവനമായി ഞാൻ ചെയ്യുന്നു എന്ന ബോധമുണ്ടെങ്കിൽ, ആ ബോധ്യവുമുണ്ടെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പാദസേവനമായി. ഈ രാഷ്ട്രത്തിൻ്റെ പാദസേവനം ചെയ്യണമെങ്കിൽ അത് ഇന്ന രൂപത്തിൽ ഇന്ന ഭാവത്തിൽ എന്നൊന്നുമില്ല, അത് നമ്മൾ കണ്ടെത്തണം. ഡോക്ടർ മോദി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു നരേന്ദ്രമോദിക്കൊക്കെ മുമ്പിൽ. ഇത് മോദിയാണ്, മറ്റേത് മോഡിയാണ്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അദ്ദേഹത്തിനൊരു ലോക റെക്കോർഡുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തിമിര ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ മോഡി. അദ്ദേഹം ഒരിക്കൽ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടി ചെന്നു. അന്ന് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കുള്ളത് കാലമാണ്. ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയം. ഗാന്ധിജിയെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്, ഡോക്ടർ മോഡി, തിമിര ശസ്ത്രക്രിയ വിദഗ്ധനാണ്. ഞാൻ ലക്ഷക്കണക്കിന് ശസ്ത്രക്രിയ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ ചേരുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ എന്നെയും കൂടി ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാത്മജി പറഞ്ഞത്, അങ്ങ് ഇതുവരെ ചെയ്തത് സ്വാതന്ത്ര്യ സമരമാണ്. ഇരുട്ടിലായിരുന്ന ലക്ഷത്തോളം ആൾക്കാരെ നിങ്ങൾ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? സ്വാതന്ത്ര്യം കൊടുത്തില്ലേ? ആ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ വിജയിച്ചില്ലേ? ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ബാരിസ്റ്ററാണ്, എനിക്ക് കണ്ണ് ഡോക്ടറാകാൻ പറ്റില്ല. ഈ ജോലി വിനോബ ഭാവയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ജോലി സർദാർ പട്ടേലിന് ചെയ്യാൻ പറ്റില്ല. ഈ ജോലി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ചെയ്യാൻ പറ്റില്ല. ഇത് താങ്കൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് താങ്കൾ ഇത് മാത്രം ചെയ്യൂ. വീണ്ടും ഗ്രാമാന്തരങ്ങളിലേക്ക് പോകൂ, വീണ്ടും വനാന്തരങ്ങളിലേക്ക് പോകൂ. അവിടെ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടി സൗജന്യമായ ഈ ശസ്ത്രക്രിയ നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? അതിലും വലിയ ഒരു സ്വാതന്ത്ര്യ സമരം ഇല്ല. നോക്കൂ, അവിടെ പാദസേവനം എങ്ങനെ വേണമെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി മഹാത്മജി കൊടുത്തു ഡോക്ടർ മോഡിക്ക്. താങ്കൾ അത് ചെയ്താൽ മതി. അങ്ങനെ അവർ കണ്ണു തുറന്ന് വരുമ്പോൾ അവർ കാണട്ടെ സ്വതന്ത്ര ഭാരതം. താങ്കൾ ചെയ്യുന്ന സ്വാതന്ത്ര്യ സമരം അത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള നിരവധി സന്ദർഭങ്ങൾ രാഷ്ട്രത്തിൻ്റെ വിവിധ ചരിത്രങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവിടെ പാദസേവനം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി ഏതെങ്കിലും ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുത്ത് നമുക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് രാഷ്ട്രത്തിൻ്റെ പാദസേവനമാണ്. ഇന്നലെ ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു എൻ്റെ കോട്ടയത്തെ ഓഫീസിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ MBA പാസ്സായി 8 വർഷമായി. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ഇഗ്നോയിൽ സൈക്കോളജി, അതിൽ കൗൺസിലിംഗ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരു അസൈൻമെൻ്റ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ വന്നതാണ്. അപ്പോൾ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ MBA എടുത്തു, ഏതായിരുന്നു? HR ആണ് എടുത്തത്. MBA HR കഴിഞ്ഞ് 8 വർഷമായിട്ടും ജോലിയൊന്നും കിട്ടിയില്ലേ? ജോലിയൊക്കെ കിട്ടി, പക്ഷേ സംതൃപ്തി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് പഠിച്ചു. എന്താ പഠിക്കാൻ കാരണം? ധാരാളം ഡിവോഴ്സുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ?
കുടുംബത്തിലെ ഒരു പ്രധാന പ്രശ്നം, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നവരെ വിദ്യാഭ്യാസം പൂർത്തിയായില്ലല്ലോ എന്നുള്ള പ്രശ്നം. വിദ്യാഭ്യാസം പൂർത്തിയായാലുള്ള പ്രശ്നം എന്താ? ജോലി കിട്ടിയില്ലല്ലോ എന്നുള്ള പ്രശ്നം. ജോലി കിട്ടിയാലുള്ള പ്രശ്നം എന്താ? വിവാഹം നടന്നില്ലല്ലോ എന്നുള്ള പ്രശ്നം. വിവാഹം നടന്നാലുള്ള പ്രശ്നം എന്താ? ഡൈവോഴ്സ് ആയിപ്പോയല്ലോ എന്നുള്ള പ്രശ്നം. ഇത് വലിയ കൂടുതലാണ്. ഇപ്പോൾ ഇതിന് ചിലർ ഉപായമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, കല്യാണം കഴിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനിടയിൽ വിവാഹിതരായ ആൾക്കാരുടെ എണ്ണം ചുരുക്കമാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ കണക്കുണ്ട്. കണക്കൊന്നും പറഞ്ഞ് നിങ്ങളെ അമ്പരപ്പിക്കുന്നില്ല. വിവാഹിതരുടെ എണ്ണം കുറയുന്നു, അവിവാഹിതരുടെ എണ്ണം കൂടുന്നു. 30, 35, 40. പണ്ടൊക്കെയാണെങ്കിൽ പറയും സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടാണ്, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ സാമ്പത്തികം, ഇഷ്ടം പോലെ വിദ്യാഭ്യാസം, യോഗ്യതകളെല്ലാം ഉണ്ട്, നല്ല കുടുംബത്വം, കുലീനത്വം എല്ലാം ഉണ്ട്, ആരോഗ്യം. പിന്നെ എന്താ കുഴപ്പം? എന്താണെന്നറിയില്ല, അങ്ങ് ഒത്തുവന്നില്ല. അപ്പോൾ ഒത്തുവരാത്തവരുടെ പ്രശ്നം, ഒത്തുവന്ന് വിവാഹം കഴിച്ചവർ ഒത്തുപോകാത്തതിൻ്റെ പ്രശ്നം, ഈ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ കേട്ട് പൊതുപ്രവർത്തകനായി എനിക്ക് തോന്നി MBA വേണ്ട, ഇത് മതി. അതുകൊണ്ട് അദ്ദേഹം ആ കാര്യം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി പഠിക്കാൻ വന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, രാഷ്ട്രത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഇതാണ്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന്. അതുകൊണ്ട് ഞാൻ ഒരു ഫാമിലി കൗൺസിലർ ആകാൻ തീരുമാനിച്ചു. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണമെങ്കിൽ എനിക്ക് ആകാം, പക്ഷേ അതിനുള്ള ഡിഗ്രിയൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഞാനൊരു ഫാമിലി കൗൺസിലർ ആകാൻ തീരുമാനിച്ചു. ഹിന്ദു ഫാമിലി മുഴുവൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കാറായിട്ട് നിൽക്കുക. വീട്ടിലിരുന്ന് സ്വസ്ഥതയില്ല, തല പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുമ്പോൾ എന്നാ വല്ല സപ്താഹത്തിൻ്റെ അവിടെയും പോയിരുന്ന അത് കഴിയുന്നവരെ ഒരു സമാധാനമുണ്ടല്ലോ. രണ്ടു കൂട്ടർക്കും സമാധാനമുണ്ട്, ഇവിടെ ഇരിക്കുന്നവർക്കും ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്കും ഉണ്ട്. ഇനി 7 ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഈ സമാധാനം അല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹം ഫാമിലി കൗൺസിലർ ആകാൻ പോവുക. അദ്ദേഹം ചെയ്യുന്നത് എന്താ? പാദസേവനം. രാഷ്ട്രത്തിൻ്റെ പാദസേവനമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണ്? പാദസേവനമാണ്. അപ്പോൾ സമൂഹ സേവനം എന്നുള്ളത് നമ്മുടെ ദൗത്യമായിട്ട് ഏറ്റെടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അനുഭവിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രത്തിൻ്റെ പാദസേവനമാണ്. ഇതും നവവിധ ഭക്തിയിൽ തന്നെയുള്ളതാണ്. അടുത്തത് അർച്ചനം, അർച്ചിക്കുക. ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ ഒരു വലിയ ഗുരുവിനെ കാണാൻ ചെന്നു. ഗുരുവിനെ കാണാൻ, ഗുരു ആരാധന ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ഗുരു മനസ്സിൽ വെച്ചോളൂ. ഗുരുവിനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, ഗുരു ഞാൻ ദരിദ്രനാണ്, എന്നെ സഹായിക്കണം. അപ്പോൾ ഗുരു പറഞ്ഞു, ദരിദ്രന്മാരെ ഞാൻ സഹായിക്കാറില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങളെവിടെ പോവും? ഞങ്ങളെപ്പോലെയുള്ള ദരിദ്രരെവിടെ പോവും? അല്ല, ദരിദ്രന്മാരെ എനിക്ക് സഹായിക്കാൻ പറ്റില്ല, സമ്പന്നനാണെങ്കിൽ സഹായിക്കാം. അല്ല, എനിക്ക് സമ്പത്തൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു. എത്ര വയസ്സായി? അപ്പോൾ ഇദ്ദേഹം വയസ്സ് പറഞ്ഞു. നല്ല പ്രായമുണ്ട്. എന്തായിരുന്നു ജോലി? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. 60ാമത്തെ വയസ്സ് റിട്ടയറായി. ശരി, ഏത് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു? അപ്പോൾ ഇദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് റിട്ടയർ ചെയ്ത കാര്യം പറഞ്ഞു. അത് ശരി, ഏതൊക്കെ പ്രദേശത്ത് ജോലി നോക്കിയിട്ടുണ്ട്? ഞാൻ ജോലി നോക്കാത്ത സംസ്ഥാനങ്ങളൊന്നുമില്ല, ഇന്ത്യ മുഴുവൻ മിക്ക സംസ്ഥാനത്തും ഞാൻ സർവീസിലിരുന്നിട്ടുണ്ട്. എത്ര ഭാഷ അറിയാം? ഇന്ത്യയിലാകെ 18 ഭാഷയാണുള്ളത്. ഭാഗ്യത്തിന് എനിക്ക് 18 ഭാഷ അറിയാം, കാരണം ഞാൻ 18 പോയിട്ടുണ്ട്. അത് ശരി, എത്രയുണ്ട് ഇപ്പോൾ പെൻഷൻ ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ പെൻഷനുണ്ട്. ഭാര്യ മക്കളൊക്കെ അവരൊന്നുമില്ല, അവരൊക്കെ പോയി. അതുകൊണ്ടല്ല ഞാൻ ദരിദ്രനായി പോയി എന്ന് പറഞ്ഞത്. അത് ശരി. അപ്പോൾ ഗുരു ചോദിച്ചു, നിങ്ങളെപ്പോലെ ഒരു വ്യക്തിക്ക് 18 ഭാഷകൾ പഠിക്കാൻ കഴിഞ്ഞില്ലേ? 18 പോട്ടെ, 8 വേണ്ട, 4 ഭാഷയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ 4 ഭാഷ എന്ന് പറയുന്ന സമ്പത്തല്ലേ? അതെ. നിങ്ങൾക്കിപ്പോഴും ഇത്രയും 80ലേറെ പ്രായമുണ്ടായിട്ടും നിങ്ങൾക്കിപ്പോഴും ആരോഗ്യമുള്ളൊരു ശരീരമുള്ളത് കൊണ്ടല്ലേ എന്നെ കാണാൻ വന്നത്? അതെ. ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചെവി കേൾക്കാമെന്നുള്ളത് കൊണ്ടല്ലേ? അതെ. എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കണ്ണുള്ളത് കൊണ്ടല്ലേ? അതെ. ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള പണമുള്ളത് കൊണ്ടല്ലേ ഇവിടെ വന്നത്? അതെ. ഇത്രയും ആരോഗ്യമുള്ള ശരീരം കിട്ടിയത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് കൊണ്ടല്ലേ? അതെ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദരിദ്രനാവുന്നത്? നിങ്ങൾക്ക് 80ലേറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്താ ധരിക്കുന്നത്? ദരിദ്രനാണ്, സഹായം വേണം എന്നല്ലേ? അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള ഈ സമ്പത്തുകളെ നിങ്ങൾ അർച്ചനം ചെയ്യുക, അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക.
അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. ഈ ഗുരു എന്ന് പറയുന്നയാൾ ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആശ്രമമുണ്ട്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്നയാളാണ്. ഞാൻ ഈ പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടേ, മലയാളിയാണ്, ജീവിച്ചിരിപ്പുണ്ട്. അമേരിക്കയിലാണ് ആസ്ഥാനം. ആശ്രമവും അതിൻ്റെ ബാക്കി കാര്യങ്ങളും പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് അന്വേഷിച്ച് പോകും. ഞാൻ ഈ പറയുന്നതിൻ്റെ ആശയം കിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ആ ഭാഗമൊന്നും ഞാൻ പറയില്ല. നിർബന്ധിച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഈ സ്വാമിയെ ഞാൻ കാണുന്നത് കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ എറണാകുളത്തെ ഹാളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. അവിടെ വെച്ചാണ് ഈ സ്വാമിയെ കാണുന്നത്. അന്ന് ഞാൻ അവിടുത്തെ മെമ്പറാണ്. അപ്പോൾ എനിക്കൊരു നോട്ടീസ് വന്നു, ഇത്ര മാസം ഇത്രാം തീയതി രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഇന്ന സ്വാമിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻ മഹാഭാരത. മെമ്പേഴ്സ് നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ പാലായിലാണ് വീട്. ഇവിടുന്ന് രാവിലെ പോയി 9 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. 9 മണിക്ക് മുമ്പ് അവിടെ ചെല്ലാൻ എത്ര നോക്കിയിട്ടും തിരക്കൊക്കെ അല്ലേ. 9 മണി ആയപ്പോഴേക്കും അവിടെ എത്തി. ഹാളിന് മുമ്പിലുള്ളൊരു റിസപ്ഷൻ കൗണ്ടറിലെത്തിയപ്പോൾ ഒറ്റ മനുഷ്യനില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ. ആ കൗണ്ടറിലിരുന്ന ആളൊന്ന് ചിരിച്ചു. എന്നിട്ട് എൻ്റെ എൻട്രി പാസ് എടുത്ത് കൈ തന്നു. വേഗം കയറിക്കോളാൻ പറഞ്ഞു. അല്ല, കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്കവിടെ സൗജന്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല, ഇവിടുന്ന് 6:30 ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കൗണ്ടറിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനില്ല. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഒരാൾ മാത്രം നിൽപ്പുണ്ട്. അയാൾ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ആരെയും കണ്ടില്ലല്ലോ. ഓ, ഇവിടെയൊന്നും ആരും ഇല്ല സാർ. ഞാൻ പെട്ടെന്ന് ഈ എൻട്രി പാസുമായിട്ട് ഹാളിലേക്ക് ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. നടന്ന സംഭവമാണ്. എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഹാളിൽ 9 മണിക്ക് ഞാൻ എൻ്റെ എൻട്രി പാസുമായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഒരു കസേര ഒഴികെ ബാക്കി എല്ലാ കസേരയും ഫില്ലാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ, കോടീശ്വരന്മാർ, ബിസിനസ്സുകാർ, അന്താരാഷ്ട്ര പ്രശസ്തരായവർ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കസേര മാത്രം ഫ്രീ. ചെന്നപ്പോൾ ആളെന്നെ വിളിച്ചുകൊണ്ട് പോയി, ദേ സാറിൻ്റെ കസേര ഇവിടെയുണ്ട്, ഇരുന്നോളാൻ പറഞ്ഞു. ഇരുന്നു. കൃത്യം 9 മണി അദ്ദേഹം ക്ലാസ് ആരംഭിച്ചു. മാനേജ്മെൻറ്റ് ഇൻ മഹാഭാരത. വൈകുന്നേരം 5 മണി വരെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ബ്രേക്ക് ഒഴിച്ചാൽ മാനേജ്മെൻറ്റ് ഇൻ മഹാഭാരത എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് സ്വാമിജി എടുത്തതിന് ശേഷം 5 മണിയായപ്പോൾ സ്വാമിജിയുടെ അടുത്തേക്കൊന്ന് പോയി അദ്ദേഹത്തെ ഒന്ന് നമസ്കരിക്കണം, ഒന്ന് പരിചയപ്പെടണം എന്ന് ശ്രമിച്ചു. 7:30 വരെ നിന്നിട്ട് നടന്നില്ല. 2.5 മണിക്കൂറായിട്ട് ആൾക്കാരും മാറുന്നില്ല. സംഘാടകരോട് ചോദിച്ചു, സ്വാമിജി ഇന്ന് പോകുമോ? ഇല്ല, ഇവിടെ ഉണ്ട്, ഇന്ന ആളിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, നേരിട്ട് കാണാനാണ് ഇന്ന് പോരുത്, ഇന്ന് ഫുള്ളാണ്, നാളെ രാവിലെ വന്നാൽ മതി. നാളെ രാവിലെ പിറ്റേ ദിവസം 9 മണിക്ക് ഞാൻ അവിടെ ചെന്നു. അപ്പോഴും ആൾക്കാരുണ്ട്. പക്ഷേ തലേ ദിവസം പറഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് സ്വാമിജിയെ കാണാനും സംസാരിക്കാനും പറ്റി. അദ്ദേഹം എനിക്ക് 2 പുസ്തകങ്ങൾ പ്രസാദമായിട്ട് തന്നു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അർച്ചനം എന്ന ഭക്തിയാണ് ചെയ്തത്. ഒരു ജീവിത കാലഘട്ടങ്ങൾ കൊണ്ട് സ്വാമിജി ആർജിച്ച മുഴുവൻ അറിവും രാഷ്ട്രത്തിലെ സമ്പന്നന്മാരുടെ മുമ്പിൽ, ബിസിനസ്സുകാരുടെ മുമ്പിൽ, ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ മുമ്പിൽ അർച്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാമിജിയായിട്ട് സംസാരിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു, ഒരു വലിയ ആക്ഷേപം ഒരിക്കൽ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, സ്വാമിജി ഈ കോടീശ്വരന്മാരുടെ കൂടെ ഇങ്ങനെ നടക്കുക, പാവങ്ങളെ ഒന്നും ഇങ്ങനെ ഓർക്കുന്നില്ലല്ലോ, എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, പാവങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പാവങ്ങളെ രക്ഷിക്കാൻ ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അനാഥാലയങ്ങളുണ്ട്, അമ്മമാർക്കുള്ളത്, അച്ഛന്മാർക്കുള്ളത്, കണ്ണ് കാണാൻ വയ്യാത്തവർക്കുള്ളത്, മാനസിക രോഗമുള്ളവർക്ക് എന്ന് വേണ്ട എല്ലാ വിഭാഗം ആൾക്കാർക്കുള്ള അനാഥാലയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. സമ്പന്നന്മാർക്ക് എന്താ ഉള്ളത്? സമ്പന്നന്മാരെ രക്ഷിക്കാൻ ആരുമില്ല, അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരുമില്ല. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇവരുണ്ടാക്കിയിരിക്കുന്ന സമ്പത്തും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ സ്ഥാപനങ്ങളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളും അവരിൽ നിന്ന് നികുതി കിട്ടിയിട്ട് സമ്പന്നമാകേണ്ട രാഷ്ട്രവും തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ അവരെയാണ് ശ്രദ്ധിക്കുന്നത്. അത് കേവലം ഒരു രാജ്യത്ത് മാത്രം ഒതുക്കി നിർത്തിയാൽ പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഓടി നടക്കുന്നത്. മലയാളിയാണ് ഈ സ്വാമി, അതുകൊണ്ട് നമുക്ക് വലിയ പരിചയമൊന്നും കാണുകയില്ല. അപ്പോൾ അർച്ചനം, നമ്മുടെ അറിവുകളെ നമുക്ക് അർച്ചിച്ചുകൂടെ? രാഷ്ട്രദേവതയുടെ പാദത്തിൽ ആ അർച്ചനം നമ്മൾ ചെയ്യണം. അടുത്തത് വന്ദനം. അർച്ചനം, വന്ദനം, ദാസ്യം, അല്ലേ? വന്ദനം. ഇതെല്ലാം കൊടുക്കുമ്പോഴും ഇതെല്ലാം ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ രാഷ്ട്രദേവതയെ വന്ദിക്കുകയും വേണം.
എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ, നമ്മുടെ കർമ്മശേഷി ഫലിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ വാക്കുകൾ ശ്രവിക്കപ്പെടുന്നത് കാണുമ്പോൾ, നമ്മുടെ തന്ത്രങ്ങൾ ഫലിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അല്പം തല ഉയർത്താൻ തോന്നും. ഓ, ഞാനൊരു കേമനാണ് എന്ന് തോന്നും. എൻ്റെ ലൈക്ക് കൂടുമ്പോൾ, എൻ്റെ ഫോളോവേഴ്സ് കൂടുമ്പോൾ ഞാനൊരു സംതിങ് ആണെന്ന് തോന്നും. അങ്ങനെ തോന്നരുതെങ്കിൽ വന്ദനം. അതായത് ഭക്തിയുടെ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നതാണിത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന എവിടെയാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഭഗവന്നാമം ഉച്ചരിക്കുന്നിടത്താണ്. അങ്ങനെ ഉച്ചരിക്കുന്നവർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പം. ഈ ഭജന സമിതികളുണ്ടല്ലോ, ധാരാളമുണ്ട്. ഭജന പാടുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അവർക്ക് ഭജന സമിതിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് പല ലെവലുകളിലുണ്ട്. അതിൻ്റെ ലെവലൊക്കെ നിങ്ങൾക്കറിയാം. ഞാനധികം ഭജന കേൾക്കാറില്ലാത്ത ആളാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭജന പാട്ടുകാർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ഉണ്ടല്ലോ. ശരിയല്ലേ? സഹിക്കാൻ വയ്യ. അവരൊക്കെ എത്ര കോടി നാമം ജപിച്ചിട്ടുണ്ടെന്നറിയാമോ? കോടി നാമം ജപിക്കും തോറും ഈഗോ കൂടി വരിക. പിന്നെ എൻ്റെ പാട്ടൊന്ന് നിർത്തിയിട്ട് അടുത്തവനെ പാടാൻ സമ്മതിക്കുകയില്ല. എൻ്റെ പാട്ടൊട്ട് തീരുകയില്ല. അപ്പോൾ ഈ അന്തമില്ലാത്ത ഒരു കലാപരിപാടി അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഭജനക്കാർക്ക് സ്റ്റേജ് കൊടുത്താൽ മതി, എഴുന്നേറ്റ് പോവുകയില്ല, അത് തീരുകയില്ല, പാടിപ്പാടി തീരുകയില്ല. എന്താ കാരണം? ഞാൻ മറ്റുള്ളൊരാളിനെ വന്ദിക്കാൻ തോന്നണമെങ്കിൽ ഞാൻ ചെറുതാന്നൊരു തോന്നൽ വരണ്ടേ? അതിനേക്കാൾ ചെറുതായി നിൽക്കാം എന്നൊരു തോന്നൽ വരണ്ടേ? ആ തോന്നൽ വരുന്നില്ലെങ്കിലോ പിന്നെ അയാളെ ആരും വിളിക്കില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന 1 മണിക്കൂർ, ഞാൻ 2 മണിക്കൂറായിട്ട് നിൽക്കുന്നില്ല, 4 മണിക്കൂറായിട്ട് നിർത്തുന്നില്ല. എൻ്റെ പാണ്ഡിത്യം മുഴുവൻ നിങ്ങളെ അങ്ങോട്ട് കേൾപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചാലുള്ള അവസ്ഥ എന്താ? ഇതെൻ്റെ അവസാനത്തെ പ്രഭാഷണമായിരിക്കും, പിന്നെ ആരും വിളിക്കുകയില്ല, അല്ലേ? അപ്പോൾ വന്ദനം, വന്ദിക്കാനുള്ള നമ്മളുടെ കഴിവ് അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം ഭക്തിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് ദാസ്യം. ദാസ്യം, സെർവൻ്റ് ആവാൻ കഴിയുക. മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചു കഴിഞ്ഞിട്ട് മഹാവിഷ്ണു എന്താ പറഞ്ഞത്? ഞാൻ ദാസനായിട്ട് അവിടെ ഉണ്ടാകും. ദാസൻ, അർജുനൻ്റെ ദാസനായിട്ട്, സഖാവായിട്ട്, ഡ്രൈവറായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈശ്വരന്മാർ പോലും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഭാവം, ഭക്തിയുടെ ഒരു ഭാവമാണ് ദാസ്യം. അത്ര എളുപ്പമല്ല ഈ കാര്യം ചെയ്യണമെങ്കിൽ. ദാസ്യവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അത് ഈശ്വരീയമായ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രമേ ദാസ്യവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ഭംഗിയായിട്ട് ക്രിസ്ത്യൻ സഭകൾ ചെയ്തതുകൊണ്ടാണ് ഈ മഹാപണ്ഡിതന്മാരായെന്ന് അഭിമാനിക്കുന്ന ഹിന്ദുക്കളെ പോലും മതം മാറ്റാൻ പറ്റുന്നത്. ദാസ്യം, ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ തന്ത്രവും അവരുപയോഗിക്കുന്നത് ദാസ്യമാണ്, അല്ലേ? അത് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. നേഴ്സായിട്ട്, ഡോക്ടറായിട്ട്, പാലിയേറ്റീവ് കെയർ ആയിട്ട്, ടീച്ചേഴ്സായിട്ട്, അനാഥമന്ദിരം നടത്തുമ്പോൾ, അങ്ങനെ എല്ലാ മേഖലകളിലും സമൂഹത്തിന് ദാസ്യമായിട്ട് ആ ദാസ്യഭാവത്തിലുള്ള ഭക്തി എടുത്ത് പ്രയോഗിക്കുമ്പോൾ ഹിന്ദുക്കൾ പോലും മതം മാറിപ്പോവും. ലോകം മുഴുവൻ അങ്ങനെ മതം മാറ്റിയെടുത്തത് ദാസ്യം എന്ന ഭാവം കൊണ്ടാണ്, ആ ഭക്തി കൊണ്ടാണ്. അതുകൊണ്ട് ആ ദാസ്യം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, വലിയ ദൗത്യമാണ്. വൻതോതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യമാണ് ദാസ്യം. പക്ഷേ ഈഗോ ഉള്ളവർക്ക് പറ്റില്ല. ഈഗോ ഉള്ളവർ എന്ത് ചെയ്യും? സംഗതിയൊക്കെ ശരിയായി വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് പറയാനാ, ആ സംഘടന ശരിയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഈ സംഘടനയൊക്കെ ഉണ്ട്, പ്രവർത്തനമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴിരിക്കുന്ന സംസ്ഥാന പ്രസിഡൻ്റ് ഉണ്ടല്ലോ, അയാളൊന്നും മാറിയാലേ ഇത് രക്ഷപ്പെടുകയുള്ളൂ. അയാൾ ഇത്തവണ മാറുമായിരിക്കുമല്ലേ? തീരുമെന്നാണ് കേട്ടെ. എന്താ കാര്യമെന്നറിയാമോ? അയാളാണ് മാറേണ്ടത്, ഞാനല്ല. എന്നാൽ താങ്കൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമോ? എനിക്ക് സമയമില്ലല്ലോ. എന്താ കാര്യം? എനിക്ക് സമയമില്ല എന്നല്ല, എൻ്റെ ഈഗോ എനിക്കതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ ദാസ്യം എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ മറ്റുള്ളവരുടെ പദവി, മറ്റുള്ളവരുടെ അവസ്ഥ എന്തു തന്നെ ആയിക്കോട്ടെ, ഞാൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അവരെന്നെ ചിലപ്പോൾ വിമർശിക്കാം, ചിലപ്പോൾ എതിർക്കാം, ചിലപ്പോൾ ആക്രമിക്കാം, ചിലപ്പോൾ പല രീതിയിലും നമുക്കെതിരായിട്ട് നീങ്ങിയെന്ന് വരാം. പക്ഷേ ഭയപ്പെടാതെ നിൽക്കാൻ കഴിയുന്നവർക്കാണ് ദാസ്യം എന്ന് പറയുന്ന ഭക്തിയുടെ ആ വലിയ തലത്തിലേക്ക് എത്താൻ കഴിയുക. എട്ടാമത്തേത് സഖ്യം. അർജുനനും കൃഷ്ണനും തമ്മിലുള്ളത് സഖ്യഭാവത്തിലുള്ള ഭക്തിയാണ് എന്ന് നമുക്കറിയാം, നമ്മൾ കേൾക്കാറുമുണ്ട്, പറയാറുമുണ്ട്. അതേപോലെ സഖ്യമെന്നൊരു തലത്തിലേക്ക് എത്തണമെങ്കിലോ, സഖ്യമെന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ വലിയ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റണം. അർജുനൻ ഒരിക്കലും അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുത്തു.
അങ്ങനെ റിസ്ക് ഏറ്റെടുത്തപ്പോൾ എന്തായിരുന്നു അത്? ആ കഥ ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, സമയം കളയുന്നില്ല. അതിതായിരുന്നു: അടുത്ത കുട്ടിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചോളാം, എന്ത് വന്നാലും ഞാൻ രക്ഷിക്കും. ഇല്ലേ, സന്താന ഗോപാലം കഥകളിയൊക്കെ കണ്ടിട്ടില്ലേ? ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശരവഞ്ചരമെല്ലാം ഉണ്ടാക്കേണ്ട സമയത്ത് വൃദ്ധബ്രാഹ്മണൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇതേ അവിടെ ഒരു ചെറിയ ദ്വാരമുണ്ട്, ഇനി അതിലെങ്ങാനും മൃത്യു കടന്നു വന്നാലോ? അപ്പോൾ അർജുനൻ പറഞ്ഞു, അത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാ, കാരണം ഈ ഉണ്ടാകുന്ന കുട്ടിക്ക് ശ്വാസം വലിക്കണ്ടേ, അതുകൊണ്ടൊരു തുളയിട്ടെന്നേ ഉള്ളൂ, അതിലൊന്നും മൃത്യു വരില്ല, ഞാനിവിടെ ഉണ്ട്. അപ്പോഴാണ് വരിക. അവസാനം എന്ത് സംഭവിച്ചു? മൃത്യു വന്നു, കുട്ടി മരിച്ചു. അങ്ങനെ മരിച്ചപ്പോൾ അവസാനം കൃഷ്ണൻ വന്നു, ഇതെല്ലാം കൂടെ കൊടുത്തു എന്നുള്ള കഥ നമുക്കറിയാം. എങ്കിലും ആ ഭഗവാന്റെ ഒപ്പം ഭഗവാന്റെ ദൗത്യം പോലെ ഏറ്റെടുക്കാൻ തയ്യാറായ ആ ഒരു ഭക്തിയുണ്ടല്ലോ, സഖ്യം. അല്ലെങ്കിൽ സാധാരണക്കാർ എന്ത് പറയും? അതൊന്നും നമ്മൾ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല, എല്ലാം ഈശ്വരൻ്റെ കയ്യിലല്ലേ, അതുകൊണ്ട് ഈശ്വരൻ തന്നെ ചെയ്യട്ടെ, അല്ലെങ്കിൽ കഴിവുള്ളവർ ചെയ്യട്ടെ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ നിസ്സഹായനല്ലേ എന്ന ചിന്തയുള്ളവർക്ക് ഈ സഖ്യം എന്ന് പറയുന്ന ഉന്നതമായ നിലയിലുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഭഗവാൻ ചെയ്യേണ്ടതാണ്, പക്ഷെ ഭഗവാന്റെ സഖാവായ ഞാൻ ഭഗവാന് വേണ്ടി അത് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ സമൂഹം അവരെ എന്തു ചെയ്യും? സമൂഹം അവരെ ദൈവമാക്കി കളയും. സമൂഹം അവരെ ദൈവമാക്കും. അങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും ഈശ്വരന്മാർ ജനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ദേവനാണ്, ഇത് ദേവിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേരെ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നടക്കുന്നത്. അവർ പറയും, ഞാൻ ദേവിയല്ല, ദേവനും അല്ല, ഞാനൊരു ഭക്തയാണ്, ഞാനൊരു ഭക്തനാണ്, പക്ഷേ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതാണ് എൻ്റെ ചുമതല എന്ന്. ഇത് നമുക്കും ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ആത്മവിശ്വാസത്തോടു കൂടി ഭക്തിയെ പ്രകടിപ്പിക്കുന്ന തലം സഖ്യം. അവസാനത്തേത് ആത്മനിവേദനം. പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് വേറെ ഒരു അർത്ഥത്തിലാണ്, രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തി. അതുകൊണ്ട് ഞാനിത് നേരിട്ട് പറയാൻ അശക്തനായതുകൊണ്ട്, അറിവില്ലാത്തതുകൊണ്ട് ഞാനൊരു കഥയിൽ കൂടി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു ചെറിയ രാജ്യത്തെ രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തെ ആക്രമിച്ചതൊരു വലിയ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ സൈന്യമുണ്ടായിരുന്നു. ആ സൈന്യത്തിൻ്റെ മുമ്പിൽ ഈ ചെറിയ രാജ്യം പരാജയപ്പെട്ടു. പ്രാണരക്ഷാർത്ഥം രാജാവും മന്ത്രിയും പരിവാരങ്ങളും കൂടെ വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പണ്ടൊക്കെ അങ്ങനെയാണ്, പിടികൊടുത്താൽ ചിലപ്പോൾ കൊന്നുകളഞ്ഞെങ്കിലോ. അങ്ങനെ വനത്തിൽ വെച്ച് രാജാവിന് വഴിതെറ്റി. ഒരു ദിവസം മുഴുവൻ അലഞ്ഞു നടന്നു, തൻ്റെ കൂട്ടാളികളെ കണ്ടെത്താൻ പറ്റിയില്ല. രണ്ടാമത്തെ ദിവസമായി, ഒറ്റയ്ക്കാണ്, വനമാണ്, വെള്ളമില്ല, ഭക്ഷണമില്ല, കിടന്നുറങ്ങാൻ യാതൊരു സൗകര്യവുമില്ല, ചുറ്റും ദുഷ്ടമൃഗങ്ങളുണ്ട്, തണുപ്പുണ്ട് രാത്രിയിൽ, പകലാണ് ഉഷ്ണം, ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊരു ഭയം പിടികൂടിയ സമയത്ത് ഈ രാജാവ് ഇനി എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം എന്ന് ചിന്തിച്ചു. അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അല്പം ദൂരെ പടർന്നു പന്തലിച്ചൊരു വലിയ വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് രാജാവ് നടന്നു. അവിടെ നിന്ന് വിശ്രമിക്കാം. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ച കണ്ടു. 4-5 പേര് അവിടെ ഇരിക്കുന്നു, ജപിക്കുന്നു. അവർ കണ്ണടച്ചിരിക്കുന്നു. അടുത്തേക്ക് ചെന്നു. ദാഹിച്ചിട്ട് വയ്യ, അല്പം വെള്ളം കിട്ടിയില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്ന് തോന്നുന്ന നിമിഷങ്ങളാണ്. വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കാനാണ് ചെന്നത്. പക്ഷെ കണ്ണടച്ചിരിക്കുന്നു, ജപിക്കുന്നു. എങ്കിലും കാത്തുനിന്നാൽ മരിച്ചു വീഴും. അതുകൊണ്ട് അറിയാതെ പറഞ്ഞുപോയി, ഇവിടെ അല്പം കുടിവെള്ളം കിട്ടുമോ? ഒരാൾ കണ്ണ് തുറന്നു. ആ കണ്ണ് തുറന്ന നിമിഷാർദ്ധത്തിൽ രാജാവ് പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു. ഞാൻ തൊട്ടടുത്തുള്ള ചെറിയ രാജ്യത്തെ രാജാവാ, ഒരു വലിയ ചക്രവർത്തി വന്നെന്നെ തോപ്പിച്ചു, പ്രാണരക്ഷാർത്ഥം ഞങ്ങളെല്ലാം കൂടെ ഓടിയതാ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, 3-ാമത്തെ ദിവസമാണ്, വെള്ളവും കുടിച്ചില്ല, ഭക്ഷണവും കഴിച്ചില്ല, ഇപ്പം മരിച്ചു പോവും, വെള്ളം കിട്ടുമോ? വൃദ്ധനായ ആ മനുഷ്യൻ പറഞ്ഞു, മരത്തോട് ചോദിക്കൂ. മരത്തോടോ? ആ ചോദിക്കൂ, കാത്തിരിക്കാൻ സമയമില്ല, മരിച്ചു വീഴും. ഈ രാജാവ് മരത്തിനോട് ചോദിച്ചു, കുടിക്കാൻ അല്പം വെള്ളം തരുമോ? ചോദ്യം തീർന്നില്ല. അതിനു മുമ്പ് നല്ല ഒരു സ്ഫടികപാത്രത്തിൽ നിറയെ ശുദ്ധജലം പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ആ വെള്ളം മുഴുവൻ കുടിച്ചു. ഹോ, രക്ഷപ്പെട്ടു, ജീവൻ രക്ഷപ്പെട്ടു എന്ന് തോന്നിയ നിമിഷം വേറൊരു പ്രശ്നം ഉദിച്ചു. വിശപ്പ്. കഴിച്ചിട്ട് 3 ദിവസമായി, നടപ്പ് തന്നെയാണ്, ഉറങ്ങിയിട്ടുമില്ല, ആളിക്കത്തി വിശപ്പ്. അപ്പോൾ ചോദിച്ചു, ഭക്ഷണം കിട്ടുമോ? വീണ്ടും വൃദ്ധ താമസം പറഞ്ഞു, മരത്തിനോട് ചോദിക്കൂ. മരത്തിനോട് ചോദിച്ചു. വിഭവസമൃദ്ധമായ സദ്യ പ്രത്യക്ഷപ്പെട്ടു. ആവോളം കഴിച്ചു രാജാവ്. കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഉറക്കം വരാൻ തുടങ്ങി. ഒന്ന് വിശ്രമിക്കണം. ഉറങ്ങിയിട്ട് 2-3 ദിവസമായി, അലഞ്ഞു നടക്കായിരുന്നല്ലോ. വീണ്ടും ചോദിച്ചു, അല്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ക്ഷീണമുണ്ട്, ഭക്ഷണമൊക്കെ കിട്ടി, പക്ഷേ ഒന്ന് വിശ്രമിക്കാൻ മരത്തോട് ചോദിക്കൂ. വീണ്ടും മരത്തോട് ചോദിച്ചു. കൊട്ടാരത്തേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു കട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. കയറി കടന്നതേ ഓർമ്മയുള്ളൂ. രാജാവ് ഉറങ്ങിപ്പോയി.
പിറ്റേന്ന് പുലർച്ചെ രാജാവ് എഴുന്നേറ്റു. അവരവിടെ തന്നെ ഇരിപ്പുണ്ട് ജപിച്ചുകൊണ്ട്. രാജാവ് അവരെ സമീപിച്ചിട്ട് ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കിട്ടി, ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം തന്നു, കട്ടിൽ ചോദിച്ചപ്പോൾ കട്ടിൽ കിട്ടി, സുഖമായിട്ട് ഉറങ്ങി. അല്ല ഇനി എന്താ വേണ്ടേ? അല്ല ഒരു സംശയം, എന്താ ഈ മരത്തോട് ചോദിച്ചാൽ എൻ്റെ രാജ്യവും എൻ്റെ അധികാരവും ഒക്കെ തിരിച്ചു കിട്ടുമോ? ചോദിച്ചു നോക്കൂ മരത്തോട്. രാജാവ് മരത്തിനോട് ചോദിച്ചു, എൻ്റെ അധികാരം തിരിച്ചു കിട്ടുമോ, എൻ്റെ രാജ്യം തിരിച്ചു കിട്ടുമോ? മരം ഒന്നും പറഞ്ഞില്ല, മറുപടി ഉണ്ടായില്ല. പെട്ടെന്ന് പുറകിൽ ഇലച്ചാർത്തുകൾ അനങ്ങുന്ന ഒരു ശബ്ദം. രാജാവ് തിരിഞ്ഞു നോക്കി. വനത്തിൻ്റെ ഇലച്ചാർത്തുകൾക്കിടയിലൊരു മൃഗം രാജാവിൻ്റെ നേരെ വരികയാണ്. പേടിച്ചുപോയി. ഒരു മൃഗം, വനത്തിൽ നിന്നൊരു മൃഗം രാജാവിൻ്റെ നേരെ വരുന്നു. ഇവിടെ ഇരിക്കുന്നത് എല്ലും തോലുമായ കുറേ താപസന്മാർ. അവരുടെ കയ്യിലാണെങ്കിൽ ആയുധവുമില്ല, കൂടെ മന്ത്രിയില്ല, പരിവാരങ്ങളില്ല, അംഗരക്ഷകരില്ല, ഒറ്റയ്ക്ക് കയ്യിൽ ആയുധവുമില്ല. ഇവിടം കൊണ്ട് തീരുമെന്നാണ് തോന്നുന്നത്. ഏത് മൃഗമാണ് വരുന്നത്? കടുവയാണോ, പുലിയാണോ, സിംഹമാണോ, മറ്റു വല്ലതാണോ? സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു കുതിരയാണ്. ഒരു കാട്ടുകുതിരയാണ്. ആ കുതിര കുറച്ചുകൂടി അടുത്ത് വന്നപ്പോൾ ആ കുതിരപ്പുറത്തൊരു മനുഷ്യനിരിക്കുന്നു. ആ കുതിരപ്പുറത്തിരുന്ന മനുഷ്യൻ രാജാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. താഴെ ഇറങ്ങി. രാജാവ് തിരിച്ചറിഞ്ഞു, തന്നെ പരാജയപ്പെടുത്തി ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാളുണ്ട്. ഇവിടെ വെച്ച് ഇപ്പോഴെന്നെ വധിക്കാൻ വേണ്ടിയായിരിക്കും. രാജാവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ആ വാള് രാജാവിൻ്റെ കാൽക്കൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ പല രാജ്യങ്ങളെയും കീഴടക്കിയിട്ടുണ്ട്, പല രാജാക്കന്മാരെയും, പക്ഷേ ഇതുപോലൊരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. അങ്ങയുടെ പ്രജകൾ അങ്ങയെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നു, പൂജിക്കുന്നു, ആരാധിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജാവ് മതി, നിങ്ങളുടെ നേതൃത്വം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ പുത്രന്മാരെ പോലെ, പുത്രിമാരെ പോലെയാണ് കരുതിയത്. നിങ്ങൾക്കത് കഴിയില്ല. ഒരിക്കലും കീഴടങ്ങിയ ഒരു രാജ്യത്തെ ജനത അനുകൂലമല്ല എങ്കിൽ ആ രാജ്യം ഭരിക്കാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് 2 ദിവസമായി താങ്കളെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഇപ്പോഴാണ് കിട്ടിയത്. എൻ്റെ കൂടെ വരണം. അദ്ദേഹം ആ കുതിരപ്പുറത്തേക്ക് കൊണ്ടുപോയി രാജാവിനെ. വനം കടന്നു ചെല്ലുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ കാത്തു നിൽക്കുകയാണ് രാജാവ് തിരിച്ചു വരുന്നത് കാണാൻ. അവരെല്ലാവരും കൂടി ആഘോഷപൂർവ്വം ആനയിച്ച് കൊണ്ടുപോയി കൊട്ടാരത്തിൽ വീണ്ടും അതേ സിംഹാസനത്തിൽ അരികിട്ടു വാഴ്ച നടത്തി അധികാരം തിരിച്ചു കൊടുത്തു. ചക്രവർത്തി തിരിച്ചുപോയി. വൈകുന്നേരം എല്ലാവരോടും കുശലപ്രശ്നമൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് രാജാവ് ഉറങ്ങാൻ കിടന്നു. സാധാരണ രാവിലെ ഉണരുന്നതിനും അല്പനേരം മുമ്പ് രാജാവ് ഞെട്ടി ഉണർന്നു. എന്നിട്ട് ചോദിച്ചു, കുതിരക്കാരൻ എവിടെ? അല്ല, എന്താ രാവിലെ കുതിരക്കാരനെ അന്വേഷിക്കുന്നത്? അതൊക്കെ പറയാം, വിളിക്കൂ കുതിരക്കാരൻ. കുതിരക്കാരൻ വന്നു. രാജാവ് പെട്ടെന്ന് കുതിരപ്പുറത്ത് കയറി എങ്ങോട്ടോ ഓടിച്ചു പോയി. ആർക്കൊന്നും മനസ്സിലായില്ല. ആ കുതിര പോയി നിന്നത് ആ മരത്തിൻ്റെ ചോട്ടിൽ. താപസന്മാരവിടെ ഇരിപ്പുണ്ട്. കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടപ്പോൾ അവർ കണ്ണു തുറന്നു. എന്താ തിരിച്ചു വന്നത്? ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ലേ? രാജ്യവും അധികാരവും ഒക്കെ തിരിച്ചു കിട്ടിയല്ലോ, പിന്നെന്താ? അല്ല, ഒരു സംശയം. എന്താ സംശയം? സംശയം നിങ്ങളെക്കുറിച്ചാണ്. ഞങ്ങളെക്കുറിച്ച് എന്താ സംശയം? അല്ല, ഈ മരം വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം തന്നു, ഭക്ഷണം തന്നു, കട്ടിൽ തന്നു, അവസാനം രാജ്യവും അധികാരവും ചോദിച്ചപ്പോൾ രാജ്യവും അധികാരവും തന്നു. എന്തും തരാൻ കഴിവുള്ള ഈ ഒരു മരം ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ എല്ലും തോലുമായിട്ട് ഇവിടെ ഇരുന്ന് ജപിക്കുന്നത്? ചോദിച്ചാൽ പോരെ, എന്ത് വേണമെങ്കിലും തരില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, തരും, ഞങ്ങൾ ചോദിച്ചാലും ഇതൊക്കെ തരും. രാജ്യം വേണമെങ്കിലും അധികാരം വേണമെങ്കിലും തരും. ലോകത്തുള്ള സമ്പത്ത് മുഴുവൻ വേണമെന്ന് പറഞ്ഞാൽ തരും. പട്ടാളം വേണമെന്ന് പറഞ്ഞാൽ തരും. എന്തു ചോദിച്ചാലും ഞങ്ങൾ ചോദിച്ചാലും തരും. പക്ഷേ ഞങ്ങളങ്ങനെ ചോദിച്ചാൽ മരം തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തരുംതോറും മരത്തിന് തരാനുള്ള കഴിവ് കുറഞ്ഞു വരും. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചിരുന്നുവെങ്കിൽ, മരത്തിൻ്റെ ഈ കഴിവ് നശിച്ചു പോയിരുന്നുവെങ്കിൽ, താങ്കൾ പ്രാണരക്ഷാർത്ഥം ഓടി വരുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും തരാൻ കഴിയാത്ത ഒരു മരമായി മറ്റു മരങ്ങളെപ്പോലെ തന്നെ ഈ മരവും ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് രാജ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരുന്ന് ജപിക്കുന്നത്. ഇതൊരു തപസ്സാണ്. ഈ തപസ് ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രമെന്ന് പറയുന്ന മഹത്തായ വൃക്ഷം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അർദ്ധികളായി വരുന്ന നിങ്ങളെപ്പോലെയുള്ളവർക്ക് രാജ്യം വേണമെങ്കിൽ രാജ്യം, അധികാരം വേണമെങ്കിൽ അധികാരം തരാൻ കഴിയുന്ന കൽപ്പവൃക്ഷമായി ഈ വൃക്ഷം ഇവിടെ ഉള്ളത്. അതിനു വേണ്ടിയുള്ള തപസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടതും അതുതന്നെയാണ്. രാഷ്ട്രത്തിനോടുള്ള ഭക്തിക്ക് വേണ്ടി, ആ ഭക്തിയെ പ്രകടീകൃതമാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത നവതാ ഭക്തി
രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും എല്ലാ സമ്പത്തുകളും എല്ലാ അവസരങ്ങളും ഭംഗിയായിട്ട് വിനിയോഗിക്കുവാൻ ഇതേപോലെയുള്ള ചർച്ചകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള മഹായജ്ഞവേദികളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശയങ്ങൾ വിനീതമായി നിങ്ങളുടെ മനസ്സുകൾക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നമസ്കാരം.